തന്നെ കാണുന്നതെന്ത് കിനാക്കൾ കൊട്ടിക്കൊണ്ട പൂജകളും ബിന്ദാൻ കോറിടയോർത്തിട വേണ്ട വേണ്ട. തിട്ടം അബ്ദുൽ മനാഫിന്റെ മക്കള്, അബ്ദുൽ മനാഫിന്റെ പേരക്കുട്ടികൾ, മക്കള് മാത്രം എന്താ കിനാവുകയാണ്, ഞാനെന്താ കാണാത്തത്? ഓ, മൂപ്പര ചിന്ത അങ്ങനെയാണ്. ഓരോരുത്തരുടെ ചിന്ത ഓരോ കോലത്തിലല്ലേ. അബൂജഹൽ പറയാ എന്ത്, തിട്ടം അബ്ദുൽ മനാഫിന്റെ മക്കൾ തന്നെ കാണുന്നത് എന്ത് കിനാക്കൾ. എന്താ മൂപ്പർ, ഞാനെന്താ കാണാത്തത്? ചില ആൾക്കാർക്ക് അങ്ങനെ കിനാവ് കണ്ടാൽ അതിനും ദേഷ്യം. ഒരു ചങ്ങായി മുമ്പ് കേരളത്തിൽ പ്രസംഗിച്ചു, എന്ത്, മൂപ്പര് കിനാവ് കണ്ടോ, നിങ്ങളുടെ കിനാവ് ഞങ്ങൾ കൂട്ടൂല. ഒരു ഉസ്താദ് കിനാവ് കണ്ടപ്പോ അക്കിനാവ് ഞങ്ങൾ അംഗീകരിക്കൂല. സുഹൃത്തുക്കളെ, നിങ്ങൾ വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? റസൂലുള്ളാന്റെ ബാപ്പ അബ്ദുള്ള, അവരെ ബാപ്പ അബ്ദുൽ മുത്തലിബ്, അവരെ ബാപ്പ ഹാഷിം, അവരെ ബാപ്പ അബ്ദു മനാഫ്. അങ്ങനെ അങ്ങോട്ട് പോയാൽ നബിയോരെ 20 മുസ്തഫ സഖാഫി ഉണ്ടാക്കിയ പാട്ടാണത്. ഏത്? നബിയോരെ 20 ഉപ്പാപ്പമാരുടെ പേര് പാടിക്കൽ വൂജൂബാണല്ലോ. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബും ഹഷീമും അബ്ദുമനാഫും ഖുസൈയും പിന്നെ കിലാബും മുറത്തും കഅബും ലുഅയ്യാണ്. കിലാബും മുറത്തും, അതാണ് ആ മുറത്ത്. ആ മുറത്ത് എന്നവരുടെ മകന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട ആളാണ് ആര്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അവരെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അവരെ മകൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ആ മുറത്ത് എന്നവര് കിലാബും മുറത്തും. ആ മുറത്തിന്റെ ഒരു മോനാണ് കിലാബ് എന്ന് പറയുന്ന മകൻ. ആ കിലാബിന്റെ മോനാണ് അബ്ദുമനാഫ്. ആ അബ്ദുമനാഫിന് ഒരുപാട് മക്കളുണ്ട്, 4 ആൺമക്കളുണ്ട് അബ്ദുമനാഫിന്. അതിലേറ്റവും ബറക്കത്തുള്ള മോന്റെ പേരാണ് ഹാഷിം. അബ്ദുമനാഫിന് എത്ര ആൺമക്കൾ? 4 ആൺമക്കൾ. അതിലേറ്റവും ബറക്കത്തുള്ള മോനാര്? ഹാഷിം. എന്താ ബറക്കത്ത്? ഹാഷിമിന്റെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ. അതാ ബറക്കത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത്. ഇതൊക്കെ ആർക്കും അറിയാത്ത വിഷയമാണ്. അതിനപ്പോ ഞാൻ ആ പാട്ടുണ്ടാക്കിയത്. ആ പാട്ടിന്റെ ട്യൂൺ ഏതാണെന്നറിയോ? ഞാൻ 3ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോ തങ്കമ്മ ടീച്ചർ എന്നെ പഠിപ്പിച്ച പാട്ടിന്റെ ട്യൂണാണത്. ആ ടീച്ചർ ഇപ്പൊ ദുനിയാവിലുണ്ടോ അല്ല ആഖിറത്തിലാണോ എന്ന് അറിയൂല. മിക്കവാറും അത് ഖബറിന്റെ അടിക്ക് പോയിട്ടുണ്ടാവും. ആ ടീച്ചർ അന്ന് എന്നെ ഭംഗിയിൽ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. എന്താണെന്നറിയോ? ഒന്നാനാം കുന്നിന്മേൽ ഒരാടി മണ്ണുമ്മൽ 1000 കിളി കൂടുവെച്ചു. ഓർമ്മണ്ടോ? എഹ്സാൻ ഓർമ്മ ഉണ്ടാവില്ല, കാരണം ആ പാട്ട് എഹ്സാൻ പഠിച്ചിട്ടില്ല. നമ്മള് കുറെ കാലം മുന്നേ, 50 കൊല്ലം മുന്നേ പഠിച്ചതാണ് അല്ലെ. അത് തങ്ങൾക്കല്ല ഓർമ്മ ഉണ്ട്. എന്നൊന്ന് പാടിക്കാൻ നിങ്ങൾ എന്റെ കൂടെ. ഒന്നാനാം കുന്നിന്മേൽ ഒരാടി മണ്ണിന്മേൽ 1000 കിളി കൂടുവെച്ചു. കൂട്ടിന്നിളങ്കിളി താമര പൈങ്കിളി തനീരും നാടുന്ന പൊന്നോല. ഓരോരോ പാട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ. ലക്ഷദ്വീപേർക്ക് സ്പെഷ്യലായ പാട്ട് പലതുണ്ട്. അത് വേറുണ്ട്. ചെള്ളും കൊതുകും കടിക്കുന്നുണ്ട്. ഓർമ്മല്ലേ? അതൊക്കെ ഇടക്കിടക്ക് ഓർമ്മാക്കൽ നല്ലതാ. ചെള്ളും കൊതുകും കടിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, സമയം ഖാജാ ഹുസൈന്റെ ബുക്ക് നോക്കി പഠിച്ചാണ്. ഇപ്പൊ ബാക്കി ഓർമ്മയില്ല. അതിന്റെ മുമ്പുള്ളതും ശേഷമുള്ളതൊക്കെ മറന്നുപോയി. എല്ലാം വൈറസ് കയറിപ്പോയി. അപ്പൊ എന്തേ പറഞ്ഞത്? സുഹൃത്തുക്കളെ, റസൂലുള്ളാന്റെ ബാപ്പ കണ്ടോ? ബാപ്പയാണ് മുറത്ത്. കിലാബും മുറത്തും കഅബും ലുഅയ്യാണ്. ഖലീബും ഫിഹ്റും മാലിക്കും നദർ കിനാനത്തും ഖുസൈമത്തും മുദ്രിക ഇല്യാസും ഉദറും നിസാറല്ലോ. മഅദ്ദും അദ്നാനും ചേർന്നാൽ 20 പൂർത്തിയായിടുന്നു ഉപ്പാപ്പമാർ. ഇത് വെറുതെ ഞാൻ പാട്ടുണ്ടാക്കിയതല്ല. എന്റെ ഉപ്പാപ്പമാര് 20 ആളെ പേരാരാ പറഞ്ഞു തന്നത്? അത് എന്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പാപ്പയല്ല, മുസ്തഫ സഖാഫിയുടെ ഉപ്പാപ്പയല്ല, മുസ്തഫ നബിയുടെ ഉപ്പാപ്പമാരാണ്. അതാരാ പറഞ്ഞത്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കളവും പറയാത്ത നാവ് കൊണ്ട്, മുത്ത് റസൂലുള്ളാഹിന്റെ ഏറ്റവും ബറക്കത്തുള്ള നാവ് കൊണ്ട് പറഞ്ഞതാണ്. അത് ദഈഫ് അല്ല, അത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. പിന്നെ വല്യ കിബറിന് വേണ്ടി റസൂലുള്ള പറഞ്ഞതാണോ? അല്ല.
കാരണം കിബിർ ഉണ്ടാകരുത്, അതേ തറവാട്ടിന്റെ പേരിൽ കിബിർ നടിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതേ നബി എന്റെ ഉപ്പാപ്പ അബ്ദുള്ള, അവരെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അവരെ വാപ്പ ഹാഷിം, അവരെ വാപ്പ അബ്ദു മനാഫ്, അവരെ വാപ്പ ഖുസൈ, അവരെ വാപ്പ കിലാബ്, അവരെ വാപ്പ മുറത്ത്. ഇതാരെ പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ. മദ്രസയിലുണ്ട് ഉസ്താദേ. എത്രാം ക്ലാസ്സിലുള്ളത്? 4ാം ക്ലാസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്. ഉസ്താദ് നിങ്ങളെ പേരെന്താ? അല്ലാഹു ഉപ്പാപ്പമാരെ പറ്റി ഓർത്തത് കൊണ്ട് ഉസ്താദിനിക്ക് ഉപ്പാപ്പമാരൊക്കെ കൈപിടിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ. നിങ്ങളെ പേര് മറന്നല്ലോ ഉസ്താദ്. വള്ളിയിലെ ഉസ്താദാണ്, ഇമാമാണ്, ഖത്തീബാണ്. എന്താ ഉങ്ങളുടെ പേര്? അബുൽ ഹസൻ തങ്ങൾ. അൽഹംദുലില്ലാഹ്. അബുൽ ഹസൻ എന്നുള്ള പേര് ആരുടെ സ്ഥാനപ്പേരെന്നറിയോ? അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനപ്പേരാണ്. അവർക്കുള്ള പേര് അബുൽ ഹസൻ. അല്ലാഹു തആല അബുൽ ഹസനാകുന്ന അലിയാരെ കൂടെ ഈ അബുൽ ഹസൻ തങ്ങളെയും അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും കൂട്ടണേ അല്ലാഹ്, കൂട്ടിച്ചേർക്കണേ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞത് 4ാം ക്ലാസ്സിലെ കിതാബിലുണ്ട്. 4ാം ക്ലാസ്സിലെ എന്റെ ഉമ്മമാരെ, എന്റെ സൗണ്ട് കേൾക്കുന്ന ബാപ്പമാരെ, നമ്മളെ മദ്രസയിൽ ഇവിടെ ഈ അന്തറോത്ത് മദ്രസ ഒരുപാട് മദ്രസ ഉണ്ട്. അതിൽ കൂടുതലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ വേണ്ട. ഇനി സുന്നി വിദ്യാഭ്യാസ ബോർഡ് AP ഉസ്താദിന്റെ സിലബസ് ആകണമെന്നില്ല. മറ്റേ ബുക്കിലും പഠിപ്പിക്കുന്നുണ്ട്, സുന്നിയാണ് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ തർക്കമൊന്നുമില്ലല്ലോ. സംഘടനാപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നല്ലാതെ. അപ്പൊ അവരെ പുസ്തകത്തിൽ കിതാബിൽ എത്രാം ക്ലാസ്സിലാന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇവിടെ സദസ്സിലില്ലാത്തതുകൊണ്ട് ചോദിക്കാനും വയ്യ. സംഗതി ഉണ്ട് എന്ന് ഉറപ്പാണ്. 1 മുതൽ 10 വരെയുള്ള ഏതോ ഒരു ക്ലാസ്സിലുണ്ട്, അവിടെ ഉണ്ട്. അതുകൊണ്ട് 4ാം ക്ലാസ്സിലാണ് ദുറൂസുൽ ഇസ്ലാം 4ാം ക്ലാസ്സിൽ നിങ്ങളെ മക്കള് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇത്ര നേരം ഇരുന്നല്ലോ, അതന്നെ വലിയ ഹൈർ. അവൻ എങ്ങോട്ടോ കടപ്പുറത്തൊക്കെ കാറ്റുകൊള്ളാൻ വേണ്ടി പോവാണ്. അപ്പൊ അവനെ വിളിച്ചിവിടെ ഇരുത്തിയതാ. എന്നാലും വേണ്ടിയില്ലാവും കണ്ടില്ലേ ഉപ്പാപ്പമാരെ കൂടെ ആ കുട്ടിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവൻ കുറെ നേരം ഇരുന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഏത് വർഷം പഠിക്കുന്ന കുട്ടിയാ? ആയിക്കോട്ടെ, ഏത് മദ്രസയിലാണെങ്കിലും അല്ലാഹു നന്നാക്കട്ടെ എല്ലാവരും. ആമീൻ. നമുക്ക് APക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ലാഹു എല്ലാവരും നന്നാക്കട്ടെ. അപ്പൊ പറഞ്ഞ വിഷയം മനസ്സിലായി? എന്റെ മനസ്സിലായി. അള്ളാന്റെ റസൂല് തറവാട് മഹിമ കൊണ്ട് അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞ അതേ റസൂലുള്ളാഹിയുടെ നാവ് കൊണ്ട് 20 ഉപ്പാപ്പമാരെ പേരിങ്ങനെ എണ്ണി തന്നത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്റെ ഉമ്മമാരെ, എന്റെ വാപ്പമാരെ, നമ്മുടെ മദ്രസയിലെ മക്കളുടെ കിതാബൊന്ന് മറിച്ചു നോക്കണേ, അതൊന്ന് കാണാതെ പഠിക്കണേ. കാണാതെ പഠിക്കണമെന്ന് നമ്മളുടെ എല്ലാ ഉസ്താദുമാരും പഠിപ്പിച്ചതാണ്. പഴയ കാലത്ത് നമ്മളെ മൗലിദ് കിതാബിന്റെ സൈഡിലുണ്ട് ഒരു ബെയ്ത്ത്. എന്റെ വാപ്പാന്റെ ഉമ്മ മൗലിദ് കിതാബ് അവിടെ കൊടുന്നു വെച്ചപ്പോ ഞാൻ അന്ന് നോക്കി പഠിച്ചതാണ്. ഓർമ്മണ്ടോ? ഇത് ആദി അമൈത്തെ അല്ലേ? ആദി അമൈത്തെ ആണും പെണ്ണിൽ അകലറിവായേ ഇസ്ലാം അയവറളവിൽ ആവശ്യമറിവത് വാജിബദായേ ആദരവായേ മുത്ത് മുഹമ്മദ്. ഇന്ന് മൗലിദൊക്കെ പോയി, മൗലിദ് കിതാബിലുള്ളത് വായിച്ചു നോക്കുന്നില്ല, ചൊല്ലുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ അറിവുകളും നഷ്ടപ്പെട്ടു പോയി. ആദരവായേ മുത്ത് മുഹമ്മദ് അന്നബിയാരേ 20 ബാപ്പാമാരുടെ നാമമിതാ പറയുന്നറിവീരേ. ഇപ്പൊ നമ്മളെ മർക്കസ് നോളജ് സിറ്റിയിൽ നിന്ന് ആ ബെയ്ത്ത് അതിന്റെ മലയാള പരിഭാഷ വിശദീകരണം അടക്കം ബഹുമാനപ്പെട്ട എന്റെ കൂട്ടുകാരൻ കൂടിയായ അഷ്റഫ് സഖാഫി പുന്നത്ത് അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. കോഴിക്കോട് പോകുമ്പോ മർക്കസ് കോംപ്ലക്സിൽ പോകുമ്പോ നിങ്ങൾക്ക് അവിടുന്ന് SYS ബുക്ക് സ്റ്റാളിൽ നിന്ന് ആ സാധനം ഫ്രീ ആയിട്ട് കിട്ടും. അദ്ദേഹം അവിടെ ചോദിച്ചാൽ മതി. ആദ്യ അമൈത്ത് എന്നുള്ള കിതാബിന്റെ പരിഭാഷ മലയാളത്തിലൊന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ ബുക്ക് സ്റ്റാളുകാരൻ ക്യാപിറ്റൽ ബുക്സ് ഉണ്ട് മർക്കസ് കോംപ്ലക്സിൽ. ആ ബുക്ക് സ്റ്റാളുകാരൻ കടലാസിൽ പൊതിഞ്ഞിട്ട് കവറിലിട്ടിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്ട് തരുമ്പോ ഒരു 80 റുപ്യ ഫ്രീ ആയിട്ടാണ് കൊടുത്താൽ മതി. സംഗതി ഫ്രീ ആണ്, അതുവരെ ഫ്രീ. അപ്പൊ സംഗതി ഫ്രീ ആണ്. 80 റുപ്യ വില ഉണ്ടായിരുന്നു ആദ്യം ഇറക്കിയപ്പോ. ഇപ്പൊ സെക്കൻഡ് പബ്ലിക്കേഷൻ വില കൂട്ടിയോന്ന് അറിയില്ല. കാരണം എല്ലാ സാധനത്തിന്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രിന്റിങ്ങിന്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ബാപ്പമാരും നമ്മളെ ഉമ്മമാരും പഠിപ്പിച്ചതല്ലേ
അള്ളാന്റെ റസൂൽ എന്തേ എന്റെ 20 ഉപ്പാപ്പാരെ പേര് പറഞ്ഞ എന്താണെന്നറിയോ? ആ 20 ഉപ്പാപ്പമാര് മുഴുവനും സ്വർഗത്തിലേക്കുള്ളവരാണ്. അവരാരും നരകത്തിൽ കടക്കൂല്ല. എവിടുണ്ട്? ഖുർആനിലുണ്ട്. ഇവിടെ വലിയ വിഷയം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മാനെ പറയുമ്പോ, ഇന്നലെ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ ഉമ്മാക്ക് വേണ്ടി നബി തങ്ങൾ അങ്ങനെ ദുആ നിൽക്കണമെങ്കിൽ പെറ്റ ഉമ്മാന്റെ ഫദ്ല് പറയാനുണ്ടോ? മുസ്തഫ സഖാഫി മുസ്തഫ മാത്രമായ കാലത്ത് എന്റെ എട്ടാമത്തെ വയസ്സിൽ എന്റെ ഉമ്മ ഇങ്ങനെ പാടുന്ന കേട്ട് ഞാൻ പഠിച്ചതാണ്. എന്റെ ഇളയോൻ എങ്ങനെ ഉറക്കുമ്പോള് എന്റെ ഇളയോൻ നൗഷാദിന് എന്റെ ഇളയോൻ ജാഫറിന് ഇങ്ങനെ തൊട്ടിലാട്ടിയിട്ട് ഉറക്കുമ്പോ എന്റെ ഉമ്മ അന്ന് പാടിയത് ഞാൻ കേട്ട് പഠിച്ചതാണ്. എന്ത്? ആമീന ബീവിക്കോ മോനെ ആരിലും താനിലും തിമ്പത്തേനെ അലങ്ങൾക്കാകെയുള്ള റസൂലേ അതിയോൻ പുകഴ്ത്തുള്ള ഹബീബേ. എന്റെ വീടൊരിക്കൽ പറഞ്ഞു, ഒരിക്കൽ ബുർദ എല്ലിയപ്പോ ഞാൻ തെറ്റ് പറഞ്ഞു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു, അതിപ്പോ എന്തായാലും നിങ്ങൾ ചെല്ലും പോലെ നിങ്ങളെ പെങ്ങന്മാരൊന്നും ചെല്ലുന്നതായിരുന്നു, ഞാൻ ചെല്ലിയാലും ഇപ്പൊ അത് ഉഷാറുണ്ടാവില്ല. അത് ഓരോരുത്തർക്ക് ഓരോ കഴിവ് അല്ല കൊടുക്കുന്നതാണ്. കഴിവില്ലെങ്കിലും ചെല്ലണം. എല്ലാരും സൗണ്ട് ഒരുപോലെ ആവില്ല, എന്നാലും ബുർദ ചെല്ലണം. അള്ളാഹു നമ്മളെ വീടരിക്കൊക്കെയും ബറക്കത്ത് നൽകണേ അള്ളാഹ്. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ നമ്മളെ ഉമ്മമാര് നമ്മളെ ബാപ്പമാര് അള്ളാന്റെ റസൂലിനോടുള്ള ആദരവ് നമ്മളെ പഠിപ്പിക്കുക. റസൂലിനോട് മാത്രല്ല, റസൂലുള്ളാന്റെ ബാപ്പയോടും ഉമ്മയോടും ആദരവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, എന്തേ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഖുർആനിൽ പറയാണെന്ന് പറയുമ്പോൾ ഖുർആന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ ഓതുമ്പോ നമ്മളെ സദസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചവർ ആരും ഇല്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ്. അത് ആരും കുറ്റം പറയല്ല, വന്ന ആൾക്കാരെ കുറ്റം പറയല്ല. അതിനുള്ള പരിഹാരം എങ്ങനെ വേണ്ടത്? നമ്മളെ മക്കളെ ഖുർആൻ ഹിഫ്ളാക്കണം, ബൈഹാർട്ടാക്കണം. ലോകത്ത് ഏറ്റവും വലിയ അൽ മുസാബഖത്തുൽ ഖുർആനിയ, ഖുർആന്റെ മത്സരം നടക്കുന്ന രാജ്യം അത് ഏതാണെന്നറിയോ? ഏതാ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ ആ മത്സരത്തിൽ ഇപ്പൊ റമദാനില് വലിയ മത്സരം നടക്കുക. എല്ലാ കൊല്ലം എത്ര കൊല്ലായി UAE. ആ നാടിന്റെ രാഷ്ട്രപിതാവ് ആരാന്നറിയോ നിങ്ങൾക്ക്? ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ പരിചയം ഉണ്ടാവില്ല. കാരണം പൊതുവെ ലക്ഷദ്വീപിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർ കുറവാണ്. ഗൾഫിലേക്ക് പോയിക്കണെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇതൊന്നും അറിഞ്ഞോളുന്നില്ല. മിഞ്ഞാന്ന് കപ്പലിൽ വരുമ്പോ ഒരാളുണ്ട്, അന്തറോത്തുക്കുള്ള കപ്പലിൽ ഞാനും അയാളും ഒരു ക്യാബിനില്ല. അയാൾ എന്നോട് പറഞ്ഞു, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് മിസ്രിയാണ്, അയാൾ ഇടക്കിടക്ക് ഉംറക്ക് പോകലുണ്ട്, ഇനി ഇൻഷാ അല്ലാഹ് അവിടെ ചെന്നിട്ട് അയാളെ കൂടെ ഞാനും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ കേബിലുള്ള ആളിനോട് പറഞ്ഞതാ. ആര്? അന്തറോത്തുകാരനായ അയാൾ. ചിലപ്പോ അയാൾ എന്റെ സൗണ്ട് ചിലപ്പോ കേൾക്കുന്നുണ്ടാവും, കാരണം കുറെ ദൂരത്തൊന്നുമല്ല. അയാളെ വീട് മേച്ചേരിയാണ്. അള്ളാഹു താല എപ്പോഴും മേലെ തന്നെ ആകാൻ, മേച്ചേരി എന്ന് പറഞ്ഞാൽ മേലുള്ള ചേരി എന്നല്ലേ, അള്ളാഹു മേലെ തന്നെ ആക്കി കൊടുക്കണേ അള്ളാഹ്. ആമീൻ. അപ്പൊ അയാൾ എന്നോട് പറയാ, അയാള് മിസ്രി GCC കാരനല്ലേ, അപ്പൊ എന്താ അയാൾക്ക് എപ്പോഴും മക്കത്ത് പോയി പോകാലോ, അയാൾക്ക് പരിചയം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അയാളെ തിരുത്തിയിട്ട് പറഞ്ഞു, അല്ല, മിസ്ർ GCC പെട്ടതല്ല എന്ന് പറഞ്ഞു. GCC ഗൾഫ് സഹകരണ കൗൺസിൽ പെട്ടതല്ല. ഏത്? മിസ്ർ, സുഡാന്, ചാഡ്, യമൻ, പിന്നെ ഏതാ? തുണീഷ്യ, ഫലസ്തീന്, പിന്നെ സിറിയ. ഇതൊന്നും GCC അല്ല, അത് അറബ് രാജ്യങ്ങളാണ്. GCC പറഞ്ഞ പൈസയുള്ള കൂട്ടക്കാരാ. അപ്പോ അതേതാ പൈസയുള്ള കൂട്ടക്കാര്? സൗദി അറേബ്യ, ബഹ്റൈന്, ഒമാന്, ഖത്തർ, കുവൈത്ത്, പിന്നെ ഏതാ ഒന്നുകൂടി. അപ്പൊ ഇതാണ് അതെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നേരം മുക്കോളം പറയാണ്ടാവും, പെട്ടെന്നും തീരൂല. ഏതായാലും ആട്ടെ, പ്രശ്നമൊന്നുമില്ല. ഏതോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ഏതാ? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതിന്റെ ആ രാഷ്ട്രപിതാവ് ആരാന്നറിയോ? അയാളെ പേര് ഷെയ്ഖ് സായിദ് എന്നാ. ഷെയ്ഖ് സായിദ്. ഞാൻ ഒരിക്കൽ അയാളെ ഖബറിന് പോയി. എന്റെ മൂത്താപ്പാന്റെ മകൻ ഹംസ ഹാജി എന്നെ കൊണ്ടുപോയി. ബാപ്പാന്റെ മൂത്തോന്റെ മോൻ കൊണ്ടുപോകുമ്പോ ദൂരത്തേക്ക് ഇങ്ങനെ ഖുർആൻ ഓത്ത് കേൾക്കുന്നു. അപ്പൊ അയാളിനോട് പറഞ്ഞു, എന്റെ മൂത്തോൻ എന്നോട് പറഞ്ഞു, മൂത്താപ്പാന്റെ മോൻ പറഞ്ഞു, അത് ഷെയ്ഖ് സായിദിന്റെ ഖബറിനുള്ള ഓത്താണ്. ഞാൻ പറഞ്ഞു, കേസറ്റ് വെച്ചതാണ്. അന്ന് കുറെ കാലം മുമ്പ് ഓഡിയോ കേസറ്റ്.
കാസറ്റ് വെച്ചാണോ അല്ലേ നമ്മൾ പോയി നോക്കുകയെന്ന് അറിയാം. അടുത്തെത്തിയപ്പോ ഇതേമാതിരി ഒരു മൈക്ക, ഇതേമാതിരി തിളങ്ങുന്ന മൈക്കിൽ ഇരുന്നിട്ട് ഒരു ചില്ലിന്റെ കൂട്ടിലിരുന്ന് ഒരാൾ ഓതുക, ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട്. ഷെയ്ഖ് സായിദിന്റെ ഖബറിൽ എത്രയോ കൊല്ലങ്ങളായി മരിച്ചിട്ട് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആൽ നഹിയാൻ, അയാൾ മൗത്തായിട്ട് കൊല്ലങ്ങൾ എത്രയായി, ഇപ്പോഴും അയാളെ ഖബറിൽ അന്നും മുതൽ ഇന്ന് വരെ ഖുർആൻ ഓത്ത് നിന്നിട്ടില്ല. UAE ഭരണാധികാരിയല്ല, രാഷ്ട്രപിതാവാണ്, ഫൗണ്ടറാണ്. ദി ഫൗണ്ടർ ഓഫ് സ്റ്റേറ്റ്. UAE എന്ന് പറയുന്ന രാജ്യം അതെന്താ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രം പഠിച്ചാൽ ചെറിയ 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 നാട്ടുരാജ്യങ്ങളായിരുന്നു. ദുബൈ വേറെ, അബുദാബി വേറെ, റാസൽ ഖൈമ വേറെ, ഹോർഫുക്കാൻ വേറെ, പിന്നെ അൽ ഐന് വേറെ, ഷാർഖ വേറെ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അയാളെ യുണൈറ്റഡ് ആക്കി, ഒരു നാടാക്കി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അയാളെ ഖബറിൽ ഖുർആനോദയാണ്. അപ്പൊ ഖുർആൻ എനിക്ക് വലിയൊരു ബഹുമാനം കൊടുക്കുന്ന രാജ്യമാണ് UAE. അവിടെ ആ UAE ഖുർആൻ പാരായണ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ തുടങ്ങിയത് ശൈഖുന കാന്തപുരം ഉസ്താദ് മർക്കസിൽ ഹിഫ്ള് തുടങ്ങിയതിന് ശേഷമാണ്. അതൊരു സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയൂല. നമ്മളെ കുട്ടികൾ മിക്കവാറും കൊല്ലങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ ഓൺലൈനായിട്ടാണ്. ഇപ്പോ ഓൺലൈനായിട്ട് ഒരുപാട് പരീക്ഷ ഖുർആൻ ഓതി കൊടുക്കണം. വീഡിയോ ഓതി കൊടുത്തിട്ട് വീഡിയോ ക്ലിപ്പ് അവിടെ സെൻഡ് ചെയ്യണം. എന്നിട്ട് അവിടുത്തെ ഒരുപാട് ലോകത്തുള്ള മിസ്റിലെയും ഒരുപാട് നാടുകളിലെയും ഹാഫിളീങ്ങൾ അതിങ്ങനെ കേട്ടിട്ട് ഈ കുട്ടി തർക്കമില്ല, അവൻ മുസാബക്കയിൽ പങ്കെടുക്കട്ടെ. മുസാബക്ക എന്ന് പറഞ്ഞാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ പവറാണ്. അഡ്മിഷൻ കിട്ടി വെറുതെ അല്ല, UAE ഫ്രീ ആയിട്ട് വിസ ഈ കുട്ടിന്റെ കൂടെ ഒരാൾക്കും, അങ്ങോട്ട് വിസ ടിക്കറ്റ് എല്ലാം, പിന്നെ നല്ല ഒരു തുകയും കിട്ടും. ദുനിയാവുക്ക് ആഖിറത്തുക്ക് കണക്കില്ലാത്ത തുക അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ, അത് വേറെയും കിട്ടും. അതുകൊണ്ട് നമ്മളെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. ഞാനൊക്കെ വലിയ സങ്കടത്തിലായി, ഞാൻ ഖുർആൻ ഹാഫിളല്ല, അന്നൊന്നും അതിനുള്ള അവസരം ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരായത്ത്, പക്ഷേ ഖുർആന്റെ ഓതാനുള്ള നിയമങ്ങൾ ഞാൻ നന്നായി പഠിക്കാൻ അടുത്ത കാലത്തും മുമ്പും ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിപ്പിച്ചത് ഞാൻ മദ്രസയിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഒരു ബാബ മുസ്ലിയാരുണ്ടായിരുന്നു, തേമ്പലത്ത് ബാബ മുസ്ലിയാർ. എന്റെ ഖുർആൻ പഠനത്തിന്റെ തജ്വീദിന്റെ പഠനത്തിന്റെ ഒന്നാമത്തെ ഗുരുവര്യർ ആ ഉസ്താദാണ്. അവിടുത്തെ ഹദറത്തിലേക്ക് ഞാൻ ഖുർആൻ ഓതുന്നതിന്റെ മുഴുവനും സവാബ് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഖുർആനിന്റെ വിഷയത്തിൽ നമ്മളോട് വളരെ സഹകരണം നൽകിയ പലരുമുണ്ട്. ശൈഖുനാ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണക്കടുത്ത്. ഞാൻ അദ്ദേഹവുമായി സംശയം ചോദിക്കാറുണ്ടായിരുന്നു. അടുത്ത കാലത്ത് വാട്സാപ്പിലൂടെ അടുത്ത കാലത്ത് വഫാത്തായി. അല്ലാഹുവേ, അവരെ ഖബറും സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നമ്മളെ മക്കളെ വിടണം. എപ്പോ വിടണം? സ്കൂളിൽ 4ാം ക്ലാസ് എക്സാമിന്റെ മുമ്പ് തന്നെ നിങ്ങൾ കോഴിക്കോട് മർക്കസിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. അതുപോലെ മർക്കസിന്റെ അഫിലിയേഷൻ ഉള്ള സ്ഥാപനത്തിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. ഖുർആനിന്റെ പണ്ഡിതന്മാര് വളരണം നമ്മളെ നാടുകളിൽ. എന്താണ് ഖുർആനിൽ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരെ പറ്റി എത്ര സ്ഥലത്താ പറഞ്ഞത്? ഒരു സ്ഥലത്ത് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വതവക്കൽ അലൽ അസീസിർ റഹീം الذي يراك حين تقوم وتقلبك في الساجدين. ഈ ഖുർആനിന്റെ സൂറത്ത് അശ്ശുഅറാ സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹ് പറയാണ് ഫിസ്സാജിദീൻ, അല്ലാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്ത മഹാന്മാര്. അതാരാണ്? അതാരെ പറ്റിയാ പറഞ്ഞത്? അള്ളാന്റെ റസൂലിന്റെ എളാപ്പാന്റെ മോനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്. ആ പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ ഉപ്പാപ്പമാരെ പറ്റിയാണ്. റസൂലുള്ളാഹിന്റെ എളാപ്പാര് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹുവിന്റെ മോനാണ് ഇബ്നു അബ്ബാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതനാ. അള്ളാന്റെ റസൂൽ ദുആർന്നതാണ്, മുഅ്മിനീങ്ങളെ
റസൂലുള്ളാന്റെ ഭാര്യ ഉണ്ടല്ലോ നമ്മളെ ഉമ്മ മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ, ആ മൈമൂന ബീവിന്റെ ഇളയോള മോനാണ് ആര്? ഇബ്നു അബ്ബാസ്. അബ്ബാസ് തങ്ങളെ മകൻ ഇബ്നു അബ്ബാസ്. അവരെ ഫുൾ പേര് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നാണ്. ചെറിയ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ ഉമ്മാന്റെ മൂത്തോളാണ് ആര്? ബീവി മൈമൂന റളിയല്ലാഹു അൻഹാ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യയാണ്. മൈമൂന ബീവിന്റെ അടുത്തേക്ക് ഇടക്കിടക്ക് വരും. ഉമ്മാന്റെ മൂത്തോളല്ലേ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷം. വിരുന്നുകാർ അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആര് വന്നാലും വീട്ടിൽ വന്ന് വലിയ റാഹത്താണ്. അങ്ങനെ അള്ളാന്റെ റസൂൽ ഒരിക്കൽ നിസ്കരിക്കുകയാണ്. അതാ ഇബ്നു അബ്ബാസ് എന്ന ചെറിയ കുട്ടി റസൂലുള്ളാഹിന്റെ എളാപ്പാടെ മോനാണ്. മൈമൂന ബീവിന്റെ ഇളോള മോളാണ്. അത് വേറെ കാര്യം. അത് അവരെ മൈമൂന ബീവിന്റെ ഇളോളാണ്. ആരുടെ ഉമ്മ? ഇബ്നു അബ്ബാസ് എന്ന കുട്ടിന്റെ ഉമ്മ. അവരെ ബാപ്പ ആരാണ്? റസൂലുള്ളാഹിന്റെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ കുട്ടി റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോ ഇടത്തെ ഭാഗത്ത് ബാക്കിൽ വന്ന് നിന്നു. ഇടത്തെ ഭാഗത്ത് റസൂലുള്ളാഹിന്റെ ഇടത്തെ ഭാഗത്ത് ബാക്കിൽ വന്ന് നിന്നപ്പോ റസൂലുള്ളാഹി മെല്ലെ കൈയാണ്ട് കൊണ്ടുവച്ച് കുട്ടിന്റെ ചെവി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലത്തോട്ടുണ്ടാക്കി. അപ്പൊ ചെവി പിടിക്കേണ്ടടുത്ത് പിടിക്കണം എന്ന് മനസ്സിലായി. ചെറിയൊരു അദബ് പഠിപ്പിക്കാനാണ്. ആ ചെവി പിടിച്ചതിന്റെ ബറക്കത്ത് കിട്ടി. ഇന്നത്തെ ഒരു ദുആ റസൂലുള്ളാഹി ഈ കുട്ടിക്ക് വേണ്ട ഒരു ദുആ, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, ഈ പൊന്നുമോന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനാരാങ്ങൾക്കറിയോ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെക്കാളും എത്രയോ വയസ്സ് കുറഞ്ഞ ചെറിയ കുട്ടിയാണ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ഈ കുട്ടി. റസൂലുള്ളാഹിന്റെ എളാപ്പാടെ മോനാണ്. പക്ഷേ ഹബീബായ നബി ഉമർ ഇബ്നു ഖത്താബ് അതാ ഈ കുട്ടിയെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വലിയ വലിയ വയസ്സന്മാരായ സ്വഹാബത്തിന്റെ കൂടെ ഈ കുട്ടിയെ കൂടെ ഇരുത്തുകയാണ്. എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ ദുആ കിട്ടിയതാ. യാ അല്ലാഹ്, ആ കുട്ടി റസൂലുള്ളാഹിന്റെ എളാപ്പാന്റെ മോന്റെ ബറക്കത്ത് കൊണ്ട്, ആ എളാപ്പാന്റെയും ബറക്കത്ത് കൊണ്ട് എളാപ്പയെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ട്. സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലല്ലോ റബ്ബേ, മഴയില്ലല്ലോ അല്ലാഹ്, ഹബീബായ തങ്ങളെ എളാപ്പാനെ കൊണ്ട് ഇതാ ഞങ്ങൾ മഴയെ തേടുന്നു റബ്ബേ. ആര് ദുആയിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനത്തെ വലിയ മഹാനാണ് റസൂലുള്ളാഹിന്റെ എളാപ്പ. അപ്പൊ റസൂലുള്ളാഹിന്റെ ബാപ്പമാർ അതൊരു ബറക്കത്തുള്ള ബാപ്പമാരാണ്. ശരിക്ക് പഠിച്ചു വെച്ചോ. ഇപ്പൊ ഞാൻ ഓതിയ ആയത്ത് നോട്ട് ചെയ്യുന്നവര് നോട്ട് ചെയ്തോ. എന്ത്? വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. അസ്സാജിദീൻ എന്ന് പറഞ്ഞ അല്ലാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യുന്നവർ. ഇത് ആരെ പറ്റിയാണ്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു റസൂലുള്ളാഹിന്റെ ബാപ്പമാരെ പറ്റിയാണ്. ബാപ്പാന്റെ ബാപ്പമാരെ പറ്റിയാണ്. കേട്ടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പമാർ അത്ര വലിയ മഹാന്മാരാണ്. ഉമ്മമാരും അങ്ങനെ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ നമ്മളാ ബാപ്പമാരെ പേര് സുന്നികളെ ഏൽപ്പിക്കാരായാലും ഈക്കക്കാരായാലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? റവാഹു ഹസൻ തങ്ങൾ പറഞ്ഞു. റവാഹു ഹസൻ തങ്ങൾ അൽ അൻദരി, അവരെ റിവായത്താണ്, സനദ് മുത്തസിലാണ്. എന്റെ അടിയിൽ കണ്ണി മുറിഞ്ഞിട്ടില്ല. മൂപ്പര് പറഞ്ഞ് നമ്മൾ എല്ലാവരും കേട്ടവരാ അല്ലേ? അപ്പൊ ഇത് മനസ്സിലായി, ആ ഹസൻ തങ്ങൾ പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിലാണ് എന്ന് മനസ്സിലായി. ആയിക്കോട്ടെ, ഒരുപാട് കാലം ആ പഠിപ്പിക്കുന്നതിൽ വലിയ ബറക്കത്ത് കൊടുക്കണം അല്ലേ? അതുകൊണ്ട് നമ്മളെ ഉമ്മമാരൊക്കെ ഒന്ന് നോക്കി പഠിക്കണം. നിങ്ങൾ നോക്കി, ഇന്നലെ ഞാൻ പറഞ്ഞ ഇക്രിമത്ത് തങ്ങളെ പറ്റി വെറുതെ പറഞ്ഞതല്ല. ആ ഇക്രിമത്ത് എന്ന് പറയുന്ന സ്വഹാബി ആരാ? അബൂജഹലിന്റെ മകനാണ്. അതൊക്കെ റസൂലുള്ളാഹിന്റെ ബാപ്പ ഉമ്മാന്റെ മഹത്വം പറയാനാണ് ഞാൻ ആ ഇക്രിമത്ത് തങ്ങളെ ചരിത്രം പറഞ്ഞത്. ചരിത്രം നിർത്തിയിട്ടില്ല. എവിടെ എത്തി നമ്മൾ ഇന്നലെ? ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു അല്ലേ? ഫത്ഹ് മക്കായി. ഫത്ഹ് മക്ക ആയപ്പോ എന്താ ഉണ്ടായത്? അവിടെ നമ്മൾ നിർത്തിയത് ഇന്നലെ. നിങ്ങൾ മറന്നോ? നമ്മൾ എണീച്ചൊരു 3 സ്വലാത്തില്ല, അവിടെ തന്നെ ഇരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമുൻ അലാ ഖൈരി മുർസലീ മുഹമ്മദിൻ الداعي إلى
സുബുലി മഹ്ദാഹു ചൊല്ല് ചൊല്ല് സ്വലാത്തുൻ വതസ്ലീമുൻ അലാ ഖൈരി മുർസലി മുഹമ്മദിനി ദാഇ ഇലാ സുബുലി മഹ്ദാഹു. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കണേ അല്ലാഹ്. മുഹമ്മദിനി ദാഇ അവിടെ നീട്ടണം. അതിപ്പോ നമ്മളെല്ലാം കൂടി ഞങ്ങളെ പള്ളിയിൽ ഒരു മുസ്ലിയാരിനോട് പറഞ്ഞു അവിടെ നീട്ടണ്ടേ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ ഒരു മുസ്ലിയാരിനോട് പറയാം അത് ഞങ്ങൾ പഴയ കാലം മുതലേ എന്റെ അയാൾക്ക് എത്ര വയസ്സുണ്ട്, അയാൾക്ക് 30 വയസ്സുണ്ട്, ആ മുസ്ലിയാർക്ക് എത്ര വയസ്സ്, 30 വയസ്സ്. 30കാരനായ ഉസ്താദ് പറയാം ഞങ്ങളെ പള്ളിയിൽ മുമ്പ് തന്നെ അങ്ങനെയാണ്. മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ 25 കൊല്ലായിട്ടുണ്ടാവും. കാരണം ഇയാൾക്ക് 5 വയസ്സിന് ശേഷമുള്ളതല്ലേ ഓർമ്മയുള്ളൂ. എന്നാ പൊന്നുമോനെ അതിന്റെ മുമ്പുള്ള ഉസ്താദുമാര് വിവരമുള്ളവർ ചൊല്ലിയത് ഇപ്പൊ അങ്ങനെക്ക് വിവരമില്ലാത്ത ഒരാൾ അങ്ങനെ ചെല്ലിയാലും കുഴപ്പമൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹാണെന്നുള്ളവർക്ക് ചെല്ലിയാൽ ഉറപ്പാണ് അത് കബൂലാക്കും. എന്നാലും അതതിന്റെ മട്ടം പോലെ നീട്ടന്റെ കൊടുത്ത് നീട്ടലാണ് അതിന്റെ ഒരു ഭംഗി. അറിയാത്ത ഒരാള് ഇനിയിപ്പോ അത് നീട്ടന്റെ കൊടുത്ത് നീട്ടിയില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അല്ലാഹ് കബൂലാക്കും. മാത്രമല്ല ഖുർആൻ ആയത്തൊന്നുമല്ല. എന്നാലും അല്ലേ അപ്പൊ എങ്ങനെ ചെല്ലുക? മുഹമ്മദിനി ദാഇ നാളെ മുതൽ അങ്ങനെ ചൊല്ലിക്കോളി, അതതിന്റെ ശരിയായ രീതി. മുഹമ്മദിനി ദാഇ ഇലാ സുബുലി മഹ്ദാഹു അങ്ങനെ ചെല്ലണ്ട. അപ്പൊ എന്നോട് പറഞ്ഞു ദാഇന്ന് നീട്ടിയാൽ രീതി ഉണ്ടാവില്ല. നീട്ടിയപ്പോഴാ രീതി ഉള്ളത്. അല്ലെങ്കിൽ തന്നെ പാട്ടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നീട്ടലാണ് അല്ലേ? അങ്ങനല്ലേ? നീട്ടാതെ ഒരു പോക്കാണ്ട് പോയാലോ. പരിപാടി കഴിഞ്ഞു. നീട്ടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നതി യൗം ഫീ ശുഗുലിൻ ഫാകിഹൂൻ هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون. തറാവി സ്പീഡിൽ പോകാൻ പാടില്ല. ഈ സ്പീഡ് കൂടിയാൽ കൂലി കുറയുന്നതാണ്. സർവ കിതാബായ കിതാബിലുണ്ട്. അപ്പൊ പിന്നെ ചില ആൾക്കാർ പറയും പള്ളിന്റെ മുത്തവല്ലി പറയും സ്പീഡിൽ ഓതിക്കോളി. അതിന് ഉസ്താദ് നല്ല മട്ടത്തിൽ ഓതണം. അതിന് മുത്തവല്ലിയും നാട്ടുകാരും ജമാഅത്തീങ്ങളും നല്ല റാഹത്തുള്ള ബോക്സ് പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് ഉസ്താദ് അങ്ങനെ നല്ല ഉഷാറുള്ള സൗണ്ട് എല്ലാവർക്കും വന്ന കൊടുക്കൂല. സൗണ്ടും വേണം, നിയമങ്ങൾ അറിയും വേണം. അങ്ങനത്തെ ഉസ്താദിനെ വിളിച്ചിട്ട് ഖുർആൻ ഓതട്ടെ അയാള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى. سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. ഇമാം എവിടെത്തി? റുക്കൂയിലെത്തി. നമ്മൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. അങ്ങനെ ഒരു ഇമാമ് ഓതുകയാണെങ്കിൽ 20 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് റാഹത്തുള്ള വീരാൻകുട്ടിക്ക് ചെലവുള്ള മൈക്ക വെച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ആദം നബിന്റെ കാലത്തുള്ള 80 വാട്സിന്റെ ആംപ്ലിഫയർ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളുന്നുള്ള വാശി ഉണ്ടായാലും മൗലിയർ അങ്ങനെ മതി. ആ മൗലിയർക്ക് ഈ ഇമാമിങ്ങളും മതി, ആ ഇമാമിങ്ങൾക്ക് ആ മഹ്മൂമും മതി, ആ മഹ്മൂമിന് അങ്ങനെയൊക്കെ മതി, ആ ഇമാമിന് ഈ ശമ്പളം മതി. മനസ്സിലായില്ലേ? അങ്ങനെയാണ്.
അപ്പൊ ഈ മാറ്റങ്ങൾ വേണം. അതല്ല നിങ്ങൾ നോക്ക്, നിങ്ങൾ മഅദില പള്ളിയിൽ മലപ്പുറം ഖലീൽ തങ്ങൾ ഉസ്താദിന്റെ പള്ളിയിൽ തറാബിക്ക് കൂടി നോക്കി, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ 30 ദിവസം. ഈ ലക്ഷദ്വീപിൽ നിന്ന് റമദാൻ മാസം കാണുന്നതിന്റെ 2 ആഴ്ച മുമ്പ് അങ്ങോട്ട് പോകാൻ കപ്പൽ ടിക്കറ്റിൽ പോയിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ പോണോല് മഅദിന് പോണ ആരെങ്കിലും ഉണ്ടോ? ചെത്തിലെത്തുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മൗത്താകുന്നതിന്റെ ഒരു 8-9 കൊല്ലം മുമ്പ് മുതൽക്ക് അയാൾക്കുള്ള പണി എന്താ? ശഅബാൻ മാസം കണ്ടാൽ അയാൾ പോകും. അയാളെ മകനാണെങ്കിൽ അവിടുത്തെ ഉസ്താദുമാണ്. എന്നിട്ടോ ആ ഉസ്താദിന്റെ പേരാണ് അലി മുഹമ്മദ് ഫൈസി ഉസ്താദ്. നാട്ടുകാരെ സ്നേഹത്തോടെ സയ്യിദ് ഉസ്താദ് എന്ന് വിളിക്കും. അയാൾ എല്ലാ കൊല്ലവും റമദാൻ 29 രാത്രി അല്ലെങ്കിൽ 30 രാത്രി തറാവീഹ് അവിടെയാണ്. അതിനവിടെ പോകാൻ എന്താ ചെലവ്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കപ്പലിന്റെ ടിക്കറ്റിന് ചെലവുണ്ട്. എറണാകുളത്ത് നിന്ന് മലപ്പുറം വരെ എത്താനുള്ള ബസ്സിന്റെ അല്ലെങ്കിൽ ട്രെയിനിന്റെ ചെലവുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാലോ 10 പൈസ ചെലവില്ല. ഭക്ഷണം അങ്ങനെ രാവും പകലുണ്ടാവില്ല. മകരി മുതൽ സുബൈ വരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തിന്നാൻ പറ്റാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട്സ് തമാശ പറയല്ല. വല്ല മദീനത്ത് പോയ മാതിരിയല്ലേ മലപ്പുറത്തുള്ളത്? മാറ്റം വരുത്തിയില്ലേ? അത് ശൈഖുന താജുൽ ഉലമ തങ്ങൾ ദുആറിന് കൊടുത്തതിന്റെ ബറക്കത്തല്ലേ? അതുകൊണ്ടാ താജുൽ ഉലമയുടെ ഉപ്പാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. ഉള്ളാളം തങ്ങൾ സമസ്തയുടെ യോഗം നടക്കുമ്പോ അതൊരു സത്യമാണ് മുഅ്മിനീങ്ങളെ. ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളം തങ്ങളെ ശിഷ്യനാണ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമന്റെ ശിഷ്യനാണ് ഉള്ളാളം തങ്ങൾ. ശിഷ്യനാണ് താജുൽ ഉലമ തങ്ങൾ. ഉസ്താദാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. എന്നാലും യോഗത്തിലെ അധ്യക്ഷൻ ശിഷ്യനായ താജുൽ ഉലമ തങ്ങളാണ്. അതൊരു സത്യമാണ്. ഞാനിപ്പോ എന്റെ വിഷയം അതല്ലാത്തോണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. റമദാൻ മാസം നോമ്പ് നോറ്റ് രാത്രിയിൽ നോണ പറയേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് താജുൽ ഉലമ തങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളല്ലേ അവര്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആലിമ് 10-60 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനത്തെ ഒരു ഇൽമുള്ള ഒരു ആലിമായ തങ്ങള് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നതൊരു സത്യമല്ലേ? ഒരു സത്യമല്ലേ? ചെമ്പിരിക്ക ഖാദി ഉസ്താദ് CM അബ്ദുള്ള മുസ്ലിയാർക്ക് ഗോളശാസ്ത്രത്തിൽ വലിയ കഴിവാണെന്ന് പറഞ്ഞ് ചിലപ്പോ പ്രസംഗിക്കലുണ്ട്. അത് നല്ലത് തന്നെ. ആ കഴിവ് എവിടെ നിന്ന് കിട്ടിയതാ? ആ പ്രസംഗം പറയില്ല ചില ആൾക്കാർ. ആ കഴിവ് താജുൽ ഉലമയിൽ നിന്ന് കിട്ടിയ കഴിവാണ്. പറയുമ്പോ മുഴുവൻ പറയണ്ടേ? ഉസ്താദുമാരെ പറ്റി പറയണ്ടേ? അപ്പൊ അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടികളെ പവറാണത്. അതല്ലേ പറഞ്ഞത്? എന്ത് ബാവാമുദുവിന് കുതുബായി വന്നോവർ വനം മദലിലോ കെളി മികച്ചോവർ. ബാവാമുദുവിന് കുതുബായി വന്നോവർ അല്ലേ? അതേ മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ ബാപ്പാന്റെ മുതുവിലുള്ള സമയത്ത് തന്നെ ഖുത്ബ് എന്ന പദവി എത്തിയ ആളാണ് അല്ലേ? അവരെ ബാപ്പാരാ അവരെ ഉമ്മാരാന്നറിയോ? അവരെല്ലാവരും അതാ അവരെ കിള ഏതാണ്? ഏറ്റവും ബറക്കത്തുള്ള കിളയാണ്. എന്തേ പറഞ്ഞത്? ബിസ്മിൽ എങ്ങനെ തുടക്കം? എങ്ങനെ മാലന്റെ തുടക്കം? മുഹിദ്ദീൻ മാല മറന്നല്ലോ. അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും. അതിനാൽ തുതിയിൽ അവിടെ ഉള്ളു. തുതി അത് നമ്മൾ ഉഷാറാക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ ഇംഗ്ലീഷ് ആക്കുന്നുണ്ട് മുഹദ്ദിമാല. സ്തുതിയും സ്വലവാത്തും. സ്തുതി അത് ഇംഗ്ലീഷുമാരായി മാറും. അങ്ങനെ നിങ്ങൾ ആക്കണ്ട. ആ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങൾ ചെല്ലിയ മതി. അങ്ങനെ ചെല്ലിയ മതി. തുതിയും സ്വലവാത്തും. അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലമുടയവൻ ഏകല്ലരുളാലെ ആയ മുഹമ്മദ് അവർക്കിള ആണോവർ. മുഹിദ്ദീൻ ശൈഖിന്റെ ഒന്നാമത്തെ മഹത്വം ആയ മുഹമ്മദ് അവർക്കിളാണോവർ. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളിൽപ്പെട്ടവരാണ്. ഏറ്റവും വലിയ മഹത്വം അതാ. ആ മഹത്വം എല്ലാ കീളയിലോ ബൻകീള ആയോവർ എല്ലാ തീശയിലോ കെളിമിക ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാവയും ആണോവർ. സയ്യിദവർ തായും ബാവയും ആണോവർ.
ബായ് എന്ന് പറഞ്ഞാൽ ഉമ്മ, മൊയ്തീൻ ഷേഖിന്റെ ഉമ്മയും ബാവ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷേഖിന്റെ ബാപ്പ, രണ്ടാളും സയ്യിദാണ്. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. അൽഹംദുലില്ലാ. നമ്മളെ AB തങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ്, പറഞ്ഞെന്റെ വായിൽ നിന്ന് എടുത്തപ്പോഴാണ് അവരെ പഴയകാല ശിഷ്യനായ ബഹുമാനപ്പെട്ട ഉസ്താദ് AB തങ്ങൾ മദനി ഉസ്താദ് വന്നത്. ഉസ്താദെ അവിടെ ഇരിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്, താജുൽ ഉലമ തങ്ങൾ അടുക്കലൊന്നും ഒരു ദിവസം പോലും ഒരു ദർസ് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. ഇന്നിപ്പോ ഞാൻ ഇന്നൊക്കെ ആലോചിച്ച് തിരുവരങ്ങാടി ബാപ്പുസ്താദിന്റെ അടുക്കൽ ഓതാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. ആ ഉസ്താദിന്റെ അടുക്കൽ ഓതാൻ പറ്റിയ ഈ ഉസ്താദുമാര് AB തങ്ങൾ മദനി, നമ്മളെ അന്തറോത്തുള്ള ഉസ്താദും, അങ്ങനെ എത്രയോ ആൾക്കാർ ഈ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ലക്ഷദ്വീപിലുണ്ട്. ആക്കത്തിയിലെ ഉമർ മുസ്ലിയാരില്ലേ, അവരെ ശിഷ്യനാ കേട്ടത്. ഷേത്തിലാത്ത എന്താ മൂപ്പരെ പേര്? കുഞ്ഞു മുഹമ്മദ് ഖാദി അല്ലേ? അവര് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ശിഷ്യനാണ് കേട്ടത്. എന്താ പവർ? റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാ. നിങ്ങൾ നോക്ക്, ഫത്ഹ് മക്കന്റെ സമയം, ഇന്നലെ പറഞ്ഞ വിഷയത്തിലേക്ക് നമ്മൾ പോവാം. ഫത്ഹ് മക്കന്റെ സമയം എല്ലാരും, ഞാൻ റസൂലുള്ളാഹിന്റെ പരമ്പരയുടെ മഹത്വം പറയാൻ, ബാപ്പമാരെ മഹത്വം പറയാൻ, ഉമ്മമാരെ മഹത്വം പറയാൻ. ഇൻഷാ അല്ലാഹ് നമ്മളെ കയ്യിൽ അമലില്ല, ഇബാദത്തില്ല. നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോ ആ ബാപ്പമാരെ മദ്ഹ് ഞാൻ എല്ലായിടത്തും ഞാൻ മുസ്തഫ സഖാഫി പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മദ്ഹ് പറഞ്ഞയാളാണ്. ആളെന്ന ഒരു സ്നേഹത്തോടെ നമ്മൾ അവരൊന്ന് ചേർത്ത് പിടിച്ചാൽ, ഈ വഅദ് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ, സംഭാവന തന്ന മുഅ്മിനീങ്ങൾ, യാ അല്ലാഹ് ഹബീബായ തങ്ങളെ ഉപ്പാപ്പമാര് നമ്മളെ ഒന്ന് തിരിഞ്ഞ് റാഹത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഓ മുഅ്മിനീങ്ങളെ നമ്മൾക്കത് മതി. അല്ലാഹു ആ ഒരു ഭാഗ്യം ആഖിറത്തിൽ ദുനിയാവിലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. നിങ്ങൾ നോക്ക്, ഫത്ഹ് മക്ക, റസൂലുള്ളാഹി ബദർ യുദ്ധം കഴിഞ്ഞു, ഉഹദ് യുദ്ധം കഴിഞ്ഞു, ഖന്തഖ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഫത്ഹ് മക്ക എത്ര കൊല്ലത്തിലാണ് റസൂലുള്ളാഹി മദീന? ഇന്നലെ പറഞ്ഞതിന്റെ ഒരു തുടർച്ച ഉണ്ടാകണമല്ലോ. അത് വെറുതെ അല്ല, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ മഹത്വം പറയാൻ. ഹബീബ് എത്ര കൊല്ലം ഫത്ഹ് മക്ക ഉണ്ടായത്? നിങ്ങൾ മറന്നോ? കേൾക്കുന്നില്ല എനിക്ക്. 8-ാം കൊല്ലം റസൂലുള്ളാഹി ഹിജറയുടെ 8-ാം കൊല്ലം അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാരും ആര് വലിയ വലിയ നേതാക്കന്മാരൊക്കെ കഅബത്തിന്റെ അടുത്ത് ഇങ്ങനെ പഞ്ചപുച്ഛ മടക്കി നിൽക്കുക. മുഹമ്മദ് എന്താ ഞങ്ങളെ ചെയ്യുക? ഞങ്ങളെ കൊല്ലണമെങ്കിൽ ഈ മുഹമ്മദിനിക്ക് ഇപ്പൊ അധികാരമുണ്ട്. ഞങ്ങളെ കൽത്തുറുങ്കിൽ അടക്കണമെങ്കിൽ, കയ്യും കാലും കഷ്ണാക്കണമെങ്കിൽ മുഹമ്മദിനിക്ക് ഇപ്പൊ പവറുണ്ട്. എന്തും ചെയ്തേക്കാം. പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ നാട്ടുകാരെ, എന്റെ കുടുംബക്കാരെ, എന്റെ അയൽവാസികളെ. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇപ്പൊ എന്റെ കയ്യിലല്ലേ അധികാരം? കഅബയുടെ താക്കോല് സൂക്ഷിപ്പുകാരനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹത്ത് പേടിച്ചു വരച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, എന്ത്? ഓ നാട്ടുകാരെ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അപ്പൊ അബൂ സുഫിയാനെ പോലെ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ട്, സംഗതി മുശ്രിക്കാണെങ്കിലും. അവര് പറഞ്ഞു, ഖാലൂ ഖൈറാ, മുഹമ്മദേ നിങ്ങൾ കരീമാണ്, മാന്യനാണ്, ഔദാര്യമുള്ള ആളാണ്. നിങ്ങളെ ബാപ്പ കരീമാണ്, ബുദ്ധിമാനാണ്, ഔദാര്യമുള്ള ആളാണ്. അവരെ ബാപ്പ, അത് സത്യമാണ്. അവരെ ബാപ്പമാര്, റസൂലുള്ളാഹിന്റെ ബാപ്പമാരും ബാപ്പാന്റെ ബാപ്പമാരും ഒരൊറ്റ തെറ്റും അതാണ് ആ കുടുംബത്തിന്റെ പവർ. എന്ത്? റസൂലുള്ളാഹിന്റെ ബാപ്പമാരും തന്നെ തെറ്റുകൾ ചെയ്തിട്ടില്ല ആരും. പിന്നെ അവരെ പണി എന്താ? ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജിന് വേണ്ടി മക്കത്തെത്തുന്ന 100 കണക്കിന് ആളുകൾക്ക് ഹജ്ജ് അന്നുണ്ടല്ലോ. എല്ലാ അമ്പിയാക്കന്മാരുടെ കാലത്തും ഹജ്ജുണ്ട്. ഹജ്ജ് ചെയ്യാത്ത ഒരൊറ്റ നബിയുമില്ല. സർവ്വ അമ്പിയാക്കന്മാരും ഹജ്ജ് ചെയ്തവരാണെന്ന് ഹജ്ജിന്റെ ബാബിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറയാണ്. അങ്ങനെയുള്ള ഹജ്ജിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്നവർക്ക് മക്കത്ത് വന്ന ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പണി ഫ്രീ ആയിട്ട്. അപ്പാണ് അപ്പൊ ലക്ഷദ്വീപ് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരയിൽ വരുന്ന എല്ലാ ഉസ്താദുമാർക്കും ഭക്ഷണം. ഈ ഒരു പാരമ്പര്യം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ഞാൻ ചില സ്വകാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വിഷമമുണ്ടാവുമെന്ന് അറിയില്ല. ഭക്ഷണം തരുന്നവർക്കൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഒരുപാട് നമ്മളെ ഉമ്മമാര് അതെ ഉച്ചയ്ക്ക് ശേഷം മസറിന്റെ ശേഷം ഈ കൊടും ചൂടിൽ അടുപ്പത്തുനിന്ന് എന്താ ഉണ്ടാക്കുന്ന ബീമ്പി കൂമ്പി എല്ലാം ഉണ്ടാക്കി തരികയാണ്. അവർക്ക് അള്ളാഹു വലിയ ബറക്കത്ത് നൽകണേ അള്ളാഹ്. സംഗതി ഞങ്ങളുടെ നാട്ടിലുള്ള എന്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കി തരുന്നതിനാണ് പേര് ബീമ്പി എന്നല്ല, വേറെ മാത്രം സംഗതിയൊക്കെ ഉള്ളത് തന്നെ. എല്ലാ ഭാര്യമാർക്കും അള്ളാഹു ബറക്കത്ത് നൽകണം അള്ളാഹ്. അള്ളാന്റെ റസൂലിനോട് അബൂ സുഫിയാൻ പറയാണ്, മക്കത്തുള്ള നാട്ടുകാർ പറയാണ്, മുഹമ്മദ് ഖൈറൻ, നിങ്ങൾ മാന്യനാണ്, നിങ്ങളെ ബാപ്പ മാന്യനാണ്, അവരെ ബാപ്പ കരീമാണ്, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, മാന്യനാണ്, നിങ്ങൾ മാന്യതല്ലാത്ത പണി ചെയ്യൂല. അപ്പോഴതാ റസൂലുള്ള മിമ്പർമ കേറിയിട്ട് പറയാണ്, ഓ ജനങ്ങളെ, എന്റെ സഹോദരനായ യൂസുഫ് നബിയുല്ലാഹി അലൈഹിസ്സലാം, യൂസുഫ് നബി അവരെ മൂത്തോന്മാരോട് പറഞ്ഞ വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തേ യൂസുഫ് നബി പറഞ്ഞത് എന്നറിയോ? ഖുർആനിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്. യൂസുഫ് നബിയെ ചെറിയ പ്രായത്തിൽ കൊണ്ടുപോയി നടുവിൽ കെട്ടിയിട്ട് ഊരക്ക് കയറുകൊണ്ട് കെട്ടിയിട്ട് അതേ യൂസുഫ് നബിയെ കിണറ്റിലിട്ടില്ലേ, കിണറ്റിലിട്ടു. എന്നിട്ടോ നേരം വെളുത്തപ്പോ ഇത് ഞങ്ങളെ ബാപ്പാന്റെ അടിമയാണെന്ന് പറഞ്ഞിട്ട് പൈസക്ക് വിറ്റു. ഖുർആനിലുള്ളതാണത്, പാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പാട്ട് പാടിയാലും കുഴപ്പമൊന്നുമില്ല. ഖുർആനിലുള്ളത് പാട്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وشروه بثمن بخس دراهم معدودة وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. قال الله عز وجل جل جلاله. ഞാൻ ഇടക്കിടക്ക് ഖുർആന്റെ ആയത്ത് ഓതുന്നത് എന്തിനാണെന്നറിയോ? ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലായിക്കത്ത് കൂട്ടം കൂട്ടമായി വന്നിറങ്ങും. റമദാന്റെ രാത്രിയാണല്ലോ, നമ്മൾ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ രാവിലും പകലിലും വളരെ ബാക്കിലാണല്ലോ. ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. കറണ്ടില്ലാത്ത കാലത്ത് ലക്ഷദ്വീപിലെ പള്ളിയിലും കേരളത്തിലെ പള്ളിയിലും, വെളിച്ചമില്ലാത്ത കാലത്ത്, ഫാനില്ലാത്ത കാലത്ത്, രാവും പകലും നമ്മളെ ബാപ്പമാര് പള്ളിയിൽ വന്ന് ഖുർആൻ ഓതിയില്ലേ, ഖത്മുകൾ തീർത്തില്ലേ? യാ അല്ലാഹ്, ആ ബാപ്പമാരെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അവരെ ഖാദിമീങ്ങളായി സ്വർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യൂസുഫ് നബി എന്താ പറഞ്ഞത്? കുറെ കാലം കഴിഞ്ഞിട്ട് യൂസുഫ് നബിന്റെ അടുക്കൽ പട്ടിണി ആയപ്പോ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മൂത്തോന്മാര് വരികയാണ്. കാരണം അന്നേക്ക് പട്ടിണിയാ. നാടിലെ രാജാവ് വരെ, മിസ്റിലെ രാജാവിന്റെ പേര് റയ്യാനുൽ വലീദ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് തോന്നി, തഫ്സീർ സ്വാവിയിൽ പറയാം, അയാൾക്ക് തോന്നി, എന്ത് തോന്നി? സ്വന്തം മക്കളെ വരെ, ചെറിയ ചെറിയ കൊച്ചു മക്കളെ വരെ തിന്നണം, കഴിക്കണമെന്ന് തോന്നി. അത്രയും വിശപ്പ്. ആ കാലത്ത് ലോകത്തെ എല്ലാ ജനങ്ങൾക്കും മിസ്ർ എന്ന് പറയുന്ന നാട്ടിലെ അസീസ്, മിസ്റിലെ ഭരണാധികാരിന്റെ സ്ഥാനപ്പേരാണ് അസീസ്. കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവിന്റെ സ്ഥാനപ്പേരായിരുന്നു സാമൂതിരി. അതേമാതിരി മിസ്ർ ഭരിച്ചിരുന്ന ഭരണാധികാരിന്റെ സ്ഥാനപ്പേരാണെന്ത്? അസീസ്. അത് ശരിക്കും ഒരാളെ പേരല്ല, പേര് വേറെ പലതും. സാമൂതിരി എന്നുള്ള ഒരാളെ പേരല്ല. മുസ്ലിം ജമാഅത്തിന്റെ അന്തർവത്ത് മുസ്ലിം ജമാഅത്ത് യൂണിറ്റിന്റെ സെക്രട്ടറി, ഈ സെക്രട്ടറി എന്നുള്ള ഒരാളെ പേരാണോ? അല്ല, അത് വേറെ പേരുണ്ട്. സുന്നി യുവജന സംഘത്തിന്റെ അന്തർവത്ത് സെക്രട്ടറി, അതൊരാളെ പേരാ? സെക്രട്ടറി എന്നുള്ളത് അല്ല, അതൊരു സ്ഥാനത്തിന്റെ പേരാണ്. അതുപോലെ അസീസ് എന്ന് പറയുന്നത് മിസ്റിലുള്ള ഭരണാധികാരിയുടെ സ്ഥാനപ്പേരാണ്. മിസ്റിലെ അസീസ് എല്ലാവർക്കും ചെറിയ പൈസക്ക് റേഷനായിട്ട് ഗോതമ്പം കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ബാപ്പയായ യാക്കൂബ് നബി മൂത്ത മക്കളെ പറഞ്ഞേക്കാണ്. അല്ല, യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അറിയൂലേ എന്റെ മകൻ യൂസുഫ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയില്ലേ? അറിയൂലേ? ഉറപ്പല്ലേ അറിയുന്നത്? കാരണം മോനെ, ഈ മോനായിരിക്കുന്ന യൂസുഫാണ് ചെറുപ്പത്തിൽ പറഞ്ഞത്. എന്തേ പറഞ്ഞു? ബാപ്പ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും കിനാവിൽ കണ്ടിട്ടുണ്ട്. അതും ഖുർആനിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
يا أبت إني رأيت 11 كوكبا 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ഞാനങ്ങനെ കിനാബ് കണ്ടു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ബാപ്പ എന്തേ പറഞ്ഞത്? മോനെ, ബാപ്പ പറയാണ്, യാക്കൂബ് നബി പറഞ്ഞത് എന്താ? لا تقصص رؤياك على إخوتك فيكيدوا لك كيدا. അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഈമാൻ ഉണ്ടാകണം. ഖുർആനിലുള്ളതാണ്. അല്ലാഹു ഇത് കേൾക്കുമ്പോൾ പറയുമ്പോഴും ഞങ്ങൾക്ക് ഈമാൻ സായിദയാക്കി തരണേ അല്ലാഹ്. ചായ കുടിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവസാനം ഈ മിസ്റിലെ അസീസിന്റെ അടുക്കൽ വന്നതാണ് മൂത്തോന്മാര്, സ്വന്തം ജ്യേഷ്ഠന്മാര്. ബാപ്പ ഒന്നാണല്ലോ. ആ ജ്യേഷ്ഠന്മാരുടെയും യൂസുഫ് നബിയുടെയും ബാപ്പ ഒന്നാണ്, ഉമ്മ വ്യത്യാസം ഉണ്ടെങ്കിലും. അപ്പോൾ അതാ രണ്ടാമത്തെ തവണ വന്നപ്പം മനസ്സിലായി ജ്യേഷ്ഠന്മാർക്ക്, ഇത് ഞമ്മളെ ഇളയോനാണ്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ കിണറിലിട്ട ആളാണ്. നമ്മൾ പൈസ വാങ്ങിയിട്ട് വിറ്റതാണ്, എന്റെ ബാപ്പാന്റെ അടിമയാണെന്നും പറഞ്ഞിട്ട് വിറ്റ യൂസുഫാണിത്. ആ യൂസുഫിന്റെ അടുക്കലല്ലേ ഭക്ഷണം വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നത്. അങ്ങനെ യൂസുഫിനെ കണ്ടപ്പോ യൂസുഫ് എന്താ ചെയ്യാന്നുള്ള ബേജാറുണ്ടായ സമയത്ത് യൂസുഫ് നബി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഖുർആനിലുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് എനിക്കൊരു വെറുപ്പില്ല ജ്യേഷ്ഠന്മാരെ, പ്രതികാരം ഞാൻ ചെയ്യുകയില്ല. ഇത് അല്ലാഹു എനിക്ക് തന്ന റഹ്മത്താണ് എന്ന് അന്ന് റസൂലുള്ളാഹി പറയാണ്. അന്ന് യൂസുഫ് നബി, എന്റെ സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാം, അവരെ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞ പോലെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മക്കക്കാരോട് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ എത്രയോ ആളുകൾ പൊട്ടിക്കരയാണ്. ഈ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീനായ കരുണക്കടലായ റസൂലുള്ളാഹിനെ അല്ലേ ഞങ്ങൾ കൊല്ലാൻ ഒരുങ്ങിയത്? ഈ റസൂലുള്ളാഹിനോട് യുദ്ധം ചെയ്യാനല്ലേ ബദറിലേക്ക് ഞങ്ങൾ പോയത്? ഈ കരുണയുടെ ദൂതരായ സ്നേഹക്കടലായ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാനല്ലേ ഞങ്ങൾ ഒരുങ്ങിയത്? അതേ കഅബത്തിന്റെ നാനാഭാഗത്തു നിന്നും മക്കക്കാര് കൂട്ടക്കരച്ചിലി കരയുകയാ. പിന്നെ എങ്ങനെ ജനങ്ങൾ ഇസ്ലാം ആകാതെക്കോ? അബൂ സുഫിയാൻ ഇസ്ലാം മതത്തിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹാ മുസ്ലിമത്തായി. അബൂജഹലിന്റെ മകന്റെ ഭാര്യ, അബൂജഹലിന്റെ മോനായിരിക്കുന്ന, ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ചായ കുടിക്കണേന്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ മജ്ലിസിൽ. ചായ ഉറക്കം വരാതിരിക്കാനാണ്. സുഹൃത്തുക്കളെ, എന്റെ പെങ്ങന്മാരെ നല്ലോണം കേൾക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവിടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് പലരും. ആ കൂട്ടത്തിലുണ്ടൊരു പെണ്ണ്, ഹിന്ദ് എന്നാണ് പെണ്ണിന്റെ പേര്. അതാരാണ്? അബൂ സുഫിയാന്റെ ഭാര്യയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഓ നബിയേ, ഉഹദിന്റെ പടക്കളത്തിൽ അവിടുത്തെ അളാപ്പ ഷഹീദായപ്പോ, ഹംസത്തുൽ കറാർ തങ്ങൾ ഷഹീദായപ്പോ ഞാനാണ് ഹംസയെ കൊല്ലാൻ ആളെ പറഞ്ഞു വിട്ടത്. തരം എണ്ടൂറ്റുറച്ചവൻ വിരുത്താനെ ജനറുകളെ പകുത്താനെ വഹശിയും അടുത്താനെ സമയത്തിൽ പോലി ഹംസ ഇടയും ദോരാം പടക്കൊടു കള്ളർന്തോരാം കുനിവിലെ നിനയും ദോരാ. വഹ്ശി എന്ന് പറയുന്ന മനുഷ്യനോട് ഹിന്ദെന്ന് പറയുന്ന പെണ്ണാണ് പറഞ്ഞത്, എന്ത്? റസൂലുള്ളാഹിനെ മുഹമ്മദിനെ നീ ഒന്നുകിൽ ജീവനില്ലാതെയോ ജീവനോടെയോ കൊണ്ടുവരണം, അതല്ലെങ്കിൽ അലിയുടെ തല മുറിച്ചിട്ട് കൊണ്ടുവാ വഹ്ശി, അതല്ലെങ്കിൽ മുഹമ്മദിന്റെ അളാപ്പ ഉണ്ട് ഹംസ, ഈ മൂന്നിൽപ്പെട്ട ഒരാളെ കൊണ്ടുവാന്ന് പറയുമ്പോ വഹ്ശിയോട് പറയാണ്, നിന്നെ സ്വതന്ത്രനാക്കാം, നിനക്ക് പൊന്ന് തരാം, സമ്മാനമായി പൊന്ന് തരാം, സമ്മാനമായി പൊന്നായിരം നൽകാമെടാ.
പൊന്ന് തരാം, വജ്രം തരാം, ഗോമേതകം തരാം, മാണിക്യക്കല്ല് തരാം, രത്നം പതിച്ച ആഭരണങ്ങൾ തരാമെടാ വഹ്ശി. ഈ വഹ്ശി അടിമയാണ്. രത്നം എന്ന സാധനം കണ്ടിട്ടില്ല അയാളോടാ പറഞ്ഞത് എന്ത്? നീ ഹംസയെ കൊല്ലണം, അല്ലെങ്കിൽ അരിയനെ കൊല്ലണം, അല്ലെങ്കിൽ മുഹമ്മദിനെ കൊല്ലണം. ചാട്ടുളി എന്ന് പറഞ്ഞ സാധനം എറിയുന്ന ആളാണ്. അയാൾക്ക് വാളുകൊണ്ട് വെട്ടാൻ അത്ര അറിയില്ല. ഓരോരുത്തർക്ക് ഓരോ പരിചയമാണല്ലോ. ഫിഷിംഗ് അറിയുന്ന ആൾക്ക് തെങ്ങുമ്മ കയറാൻ അറിയൂല. രണ്ടു കൂട്ടരുടെയും പ്രവർത്തനം സമൂഹത്തിന് ആവശ്യമാണ്. തെങ്ങുമ്മ കയറിയിട്ട് ചുളല കൊത്തുന്ന ആളില്ലെങ്കിൽ റമദാൻ മാസം നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്താക്കും? കുന്തമാക്കും. വേറെന്താക്കാനാകും. അപ്പൊ തെങ്ങുമ്മ കയറുന്ന ആളെ സേവനം നമുക്ക് ആവശ്യമാണ്. ഫിഷിങ്ങിന് പോണ ആളെ സേവനം നമുക്ക് ആവശ്യമാണ്. അസ്മാവിന്റെ ചികിത്സ ചെയ്യുന്ന സേവനം ആവശ്യമാണ്. അസ്മാവിന്റെ ചികിത്സ ചെയ്യുന്ന ആള് തെങ്ങുമ്മ കയറിയിട്ട് തേങ്ങ വലിക്കുന്ന ആളെ ബഹുമാനിക്കണം. ഒക്കെ മുസ്ലിമീങ്ങളാണ്, അള്ളാന്റെ അടിയാറുകളാണ്. തെങ്ങുമ്മ കയറുന്ന ആള് എന്ത് ചെയ്യണം? ഫിഷിങ്ങിന് പോണ ആളെ ബഹുമാനിക്കണം. കാരണം അയാൾ ഫിഷിങ്ങിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശൂര കിട്ടുമോ? ശൂര കിട്ടത്തില്ല. തീരെ കിട്ടാ. ബിൽക്കുൽ നഹി സക്താ ഹൈ, ബിൽക്കുൽ നഹി മിലാ ഹൈ. മച്ചിലി ഇപ്പൊ കണ്ടില്ല, മീന് കിട്ടുന്നില്ല. അള്ളാഹു ബറക്കത്തുള്ള മീന് നൽകണേ അള്ളാഹ്. ഇപ്പൊ എന്നോട് അന്തരൊത്തുകാരൻ പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ നമ്മളെ ആ ഷെത്തിലാത്ത് ഭയങ്കര മീനുണ്ട്. അങ്ങനെ അവിടെ എങ്ങനെ മീനില്ലാതൊക്കെ 10 മീന് കിട്ടിയാൽ തിന്നാൻ എത്ര ആളാ? 12 ആളാണ്. ഇവിടെ ഒരു മീന് കിട്ടിയാലോ തിന്നാൻ 1,00,000 ആളാണ്. ഇവിടെ എത്ര ലക്ഷക്കണക്കിന് ആളില്ലേ ഉണ്ട് എന്നാണ് ഏത് പോപ്പുലേഷന്റെ കണക്കിൽ പറയുന്നത്. ആരെ കണക്ക്? മുസ്തഫ സഖാഫിയുടെ പോപ്പുലേഷൻ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നു. അത് ബുഖാരിയിലൊന്നുള്ളതിനെ തെറ്റിയാൽ പ്രശ്നമാക്കല്ല. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയം എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് കണ്ടോ? ഒരു നബിക്കല്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ? ഹബീബായ റസൂലുള്ളാഹിന്റെ തലയെടുത്ത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചത് ആരാണ്? ഹിന്ദെന്ന് പറയുന്ന പെണ്ണാണ്. നഹ്നു ബനാതു താരിഖിൻ നംശി അലൻ നമാരിഖി. നല്ല നല്ല പദ്യം ചൊല്ലിയിട്ട് മുഹമ്മദിന്റെ ആൾക്കാരെ തലയും ഉടലും കൂടി മുറിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ മക്കത്തുള്ള പെണ്ണുങ്ങളിൽ ലലനാമണികളായ മാദകത്തിടമ്പുകളായ മക്കത്തുള്ള യുവതികളായ പെണ്ണുങ്ങള് നിങ്ങൾക്ക് മെത്ത വിരിച്ചു തരാമെടാ. മക്കയുടെ മക്കളെ, മക്കയുടെ ചെറുപ്പക്കാരെ, നിങ്ങൾ വാ, നമ്മുടെ നാട്ടിലേക്ക് വാ. നിങ്ങൾ പേടിത്തൊണ്ടന്മാരായി പിന്തിരിഞ്ഞോടല്ല എന്ന് ആര്? ഹിന്ദെന്ന് പറയുന്ന പെണ്ണിന്റെ നേതൃത്വത്തിൽ പാട്ടുപാടുന്ന കുറെ പെണ്ണുങ്ങളതാ പാട്ടുപാടിയിട്ട് ഈ യോദ്ധാക്കൾക്ക്, കുഫാറുകൾക്ക് ആവേശം നൽകുകയാണ്. നിങ്ങൾ വന്നോളി മക്ക നാട്ടിലെ, മെത്ത വിരിച്ച് തരാമെട മക്കളെ, മുഹമ്മദിൻ തലകൾ പീസാക്കണേ, മുത്തിൻ മുഹമ്മദിന്റെ ആളുകളെ കൊല്ലണേ. ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടിട്ട് മുശ്രിക്കീങ്ങളെ ആവേശഭരിതരാക്കിയ പെണ്ണുങ്ങളെ നേതാവിന്റെ പേരാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ് അബൂ സുഫിയാന്റെ ഭാര്യ, ഉത്ബത്ത് എന്ന് പറഞ്ഞ ബാപ്പാന്റെ മോളാണ് ഹിന്ദ്. ആ ഹിന്ദ് ഫത്ഹ് മക്കന്റെ സമയത്ത്, മക്കം ഫത്ഹായ സമയത്ത് വന്നിട്ട് പറയാണ്, ആ ഹിന്ദ് ആണ് ആരെ പറഞ്ഞയച്ചത്? വഹ്ശിയെ പറഞ്ഞയച്ചത്. വഹ്ശിക്ക് ഉഹദിന്റെ പടക്കളത്തിൽ വാളുകൊണ്ട് വെട്ടാൻ അറിയൂല. അയാൾക്കറിയും അറബിയിൽ ഹർബത്ത് എന്നാ പറയാ. അറബിയിൽ ഹർബത്ത് എന്ന് പറഞ്ഞാൽ ചവളം അല്ലേ? ഇനി അതിനെപ്പറ്റി അറിയുന്ന വല്ല ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് നല്ല തെറ്റിന്റെ പറ്റിയാ പറഞ്ഞു തന്നോളി, കുഴപ്പമൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും ന്യായമാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. ചവളം, ആ ചവളം ഇങ്ങനെ കറക്കലാണ്. ഇങ്ങനെ കറക്കിയിട്ടില്ലാത്ത അവർക്ക് ചെല്ലാനുള്ള ദിക്കറാണ്. എന്ത്? ലാത്തയും ഉസ്സയും ഉബുലുൽ ആലയും കാത്താരോളിടേണേ ഞങ്ങളെ നാടായ മക്കത്ത് തിരിച്ചെത്തിയിട്ട് മക്കളെ കാണേണേ. ഇതിങ്ങനെ അതിങ്ങനെ വിളിച്ചിട്ട് ഈ മനുഷ്യൻ, ഈ വഹ്ശി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതെങ്ങനെ കറക്കിയിട്ട് എറിയാൻ വേണ്ടി നോക്കുകയാണ്. അയാളാണ്ട് എറിഞ്ഞാല് അയാൾ വിചാരിച്ചാൽ ഒരു മനുഷ്യന്റെ 2 കണ്ണിന്റെ പുരികത്തിന്റെ നടുവിൽ ആ പോയിന്റ് തട്ടണം എന്ന് വിചാരിച്ചിട്ട് അയാൾ എറിഞ്ഞാൽ അയാൾ എന്ന് പറഞ്ഞാൽ ആര്? വഹ്ശി റളിയല്ലാഹു അൻഹു.
അന്ന് കൊടും കാഫിറ. അയാൾ എറിഞ്ഞാൽ അവിടെ തട്ടു ഉറപ്പാണ്. അത്ര പക്ഷെ വഹ്ശി കുറെ നേരായി ഹംസത്തുൽ കറാർ ഞങ്ങളെ എറിയാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷേ പറ്റുന്നില്ല. ഹംസത്തുൽ കറാർ ഞങ്ങളെ മുഖം കാണുമ്പോ പേടിയാവുകയാണ് അയാൾക്ക്. അപ്പൊ അയാളെന്ത് കുറെ സമയം തരം കണ്ടോ, അയാൾ തരം നോക്കുന്ന ചാൻസ് നോക്കുകയാണ്. അപ്പനുണ്ട് ഒരു മനുഷ്യൻ സിബാഇ എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നു സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. ആ സിബായിനെ കൊന്ന് സിബായ് മയ്യത്തായി കിടക്കുമ്പോ സിബായിന്റെ ശരീരത്തിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചങ്ങല കൊണ്ടുണ്ടാക്കിയ പടക്കുപ്പായം അയാളുടെ ശരീരത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്, പടച്ചോൻ എനിക്ക് വലിയ സഹായം നൽകിയ ഉസ്താദാണ് ആ വരുന്ന ഉസ്താദ്. കപ്പലിലൊക്കെ വരുമ്പോ വലിയ സഹായമാണ്. ദീപക്കാരെ സഹായം കിട്ടിയാൽ അല്ലാഹു തആല സ്വർഗത്തിലും അവരെ സഹായം നമ്മക്കും നമ്മളെ സഹായമാക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുതഹബ്ബീന ഫില്ലാഹ് തമ്മിൽ സ്നേഹിക്കാൻ സഹായിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ അദ്ദേഹം പറഞ്ഞറിയോ, ബഹുമാനപ്പെട്ട സയ്യിദുന ആര് ഹംസത്തുൽ കറാർ ഞങ്ങളെ കാണുമ്പോ ഇയാൾക്ക് ഭയങ്കര പേടി. അപ്പോ അതിന്റെ ഇടയ്ക്ക് സിബാഇ എന്ന് പറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ട് വീണപ്പോ ആ സിബായിന്റെ ശരീരത്തിൽ എന്തുണ്ട്? ഇരുമ്പിന്റെ പടക്കുപ്പായം. അതിന് ദർഇ എന്ന് അറബിയിൽ പറയാം. ആ പടക്കുപ്പായം നല്ല പടക്കുപ്പായാണ്. അത് അഴിച്ചെടുക്കാൻ വേണ്ടി കിടക്കുന്ന ശവമായ മയ്യിത്തായ കൊടുങ്കാഫിറായ സിബാഇ, മൽഊനായ ലഅനത്താക്കപ്പെട്ട സിബായിന്റെ ശരീരത്തിൽ നിന്ന് ഇതെങ്ങനെ അഴിച്ചെടുക്കുക? സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അഴിച്ചെടുക്കുന്നതിനെ പറ്റിയതാ ബഹുമാനപ്പെട്ട നോയിൻകുട്ടി വൈദ്യര് ബഹുദ പടപ്പാട്ടിൽ പാടുകയാണ്. അഴിച്ചെടുക്കുന്നതിനെ പറ്റി ശറഫുദ്ദ ഹംസ തീരർ കുലത്തെ പടജനർ കുഫാറാഖിറിൽ ചത്തെ ശടനിവനാകും പലപ്പു വിദേശമിൽ മിക മശ്ഹൂറാം. അവൻ വിളയളവിൽ ഷണ്ണമടൽ ചേട്ടയെ ഉരിഞ്ഞെടുത്തിയിട്ടിടാൻ അവരണൈ ബാറാൽ ശറഫുദ ഹംസ തീരർ കുലത്തെ പടജനർ കുഫാർ ആഖിറിൽ ചത്തെ. ആഖിറിൽ എന്ന് പറഞ്ഞ അവസാനമായിട്ട് ഹംസത്തുൽ കറാറിന്റെ കൈകൊണ്ട് ചത്തവനായ മൽഊനായ ആ മനുഷ്യൻ സഡൻ ഇവനാകുമേ. ആ പരാജയപ്പെട്ടൻ അവനാണ്. അവന്റെ പേരെന്താ? സിബാഇ ലഅനത്തുല്ലാഹി അലൈഹി. ആ സിബായിന്റെ അവൻ ആരാളെന്നറിയോ? പല പുവി ദേശമിൽ മിക മശ്ഹൂറ. അവൻ എല്ലാ നാട്ടിലും വലിയ പേരുള്ള ആയോധന പാടവത്തിൽ അഗ്രേസരനാണ്. ആയുധ അഭ്യാസ പ്രകടനത്തിൽ 1-ാം നമ്പറാണ്. കളരി അഭ്യാസ മുറയിൽ സൂപ്പർ സ്റ്റാറാണ്. ആര്? സിബായ്. അത്ര ആളാ, അത്ര വലിയ പേരുള്ള ബഹുത്ത് ബടാ ജഗട വാല ഹേ. യുദ്ധത്തിന്റെ ഏറ്റവും ബഹുത്ത് ബടാ. എന്റെ ഞാൻ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചു വെച്ചാൽ ഉറുദു പഠിക്കാൻ പറ്റും, ഹിന്ദി പഠിക്കാൻ പറ്റും. ബഹുത്ത് സിയാദ വാല ജഗട വാല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഓം ഭയങ്കര ജഗട യുദ്ധത്തിന്റെ ആളാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മഷ്ഹൂറാണ്, എല്ലാ സ്ഥലത്തും ഭയങ്കര പേരാണ്. അവൻ വിളയി എന്ന് പറഞ്ഞാൽ അവൻ വീണു, കൊല്ലപ്പെട്ട് വീണു. മൽഊൻ. അവൻ താഴെ വീണപ്പോ അതാ എന്താ ഉണ്ടായെന്നറിയോ? ഷണ്ണമടൽ ചേട്ടയെ ഉരിഞ്ഞെടുത്തിയിട്ടിടാൻ അവരണൈ ബാറാൽ ക്ഷണം അടൽ ചട്ടയെ ഉരിഞ്ഞെടുത്തിട്ടിടാൻ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു ഉരിഞ്ഞെടുക്കാൻ. എന്ത്? ബന്റെ ശരീരത്തിലുള്ള സിബാ എന്ന കൊടുങ്കുഫാറിന്റെ ശരീരത്തിലുള്ളതായിരിക്കുന്ന പടക്കുപ്പായം ഉരിഞ്ഞെടുക്കാൻ, അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുമ്പിട്ട് കുനിഞ്ഞിങ്ങനെ നിൽക്കുക. ഉരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിമുട്ട തൊലി എടുക്കണതിന് ഇവിടെ എന്താ പറയാ? ഉരിക്കുക എന്ന് പറയും. ഉരിക്കണ്ട, അതാണ് ഇവിടെ. അതൊക്കെ പഴയ മലയാളം തന്നെയാണ്. അതൊക്കെ മലയാളം. അതാ പറഞ്ഞ ഉരിഞ്ഞെടുത്തിട്ടിടാൻ അവരാണ് ഈ ബാറാൽ. സയ്യിദുനാ ഹംസ ബാറാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരതയോടെ. അതായത് ബാറാൽ എന്ന് പറഞ്ഞ അർത്ഥം ഒരു പേടില്ലാതെ സയ്യിദുനാ ഹംസത്തുൽ കറാർ വന്നിട്ട് അതാ ഓന്റെ ശരീരത്തിൽ നിന്ന് ഈ പടച്ചട്ടങ്ങനെ അഴിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോ, ഇങ്ങനെ കുമ്പിട്ടിരിക്കുമ്പോ ബാക്കിൽ ഹംസത്തുൽ കറാർ തങ്ങളെ ബാക്കിൽ വരികയാണ്. വഹ്ശി മുന്നിക്ക് വരാൻ ധൈര്യമില്ല. ഹംസത്തുൽ കറാർ തങ്ങളെ മുഖം കാണുമ്പോ 1-2 വട്ടം അയാൾ അടുത്തെത്തിയതാ. ഹംസത്തു റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തെത്തിയതാ. അടുത്തെത്തിയപ്പോ അയാൾ ബാക്കിൽ കണ്ടുപോയി പേടിക്കും. എങ്ങനെ പേടിക്കാതിരിക്കുക? അള്ളാന്റെ റസൂല് എളാപ്പാനോട് പറഞ്ഞതാണ്, ഓ എളാപ്പാ ഉണ്ട് ജിബ്രീൽ
ബിയമീനിക ഉണ്ട് മികായേലും ബിയസരിക അല്ലാഹുവിന്റെ റസൂൽ ശുഹദാക്കളെ പറഞ്ഞേക്കുമ്പോ സ്വഹാബത്തിനെ ബദറിലേക്കും ഉഹദിലേക്കും ഖൈബറിലേക്കും ഖന്തഖിലേക്കും പറഞ്ഞേക്കുമ്പോ പറഞ്ഞ വാക്കാണ് പേടിക്കണ്ട, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളെ കൂടെയുണ്ട് സ്വഹാബികളെ, മീകായിൽ അലൈഹിസ്സലാം നിങ്ങളെ കൂടെ ഉണ്ട് സ്വഹാബികളെ. പിന്നെ ഹംസത്തുൽ കറാർ ഞങ്ങളെ കണ്ട ശത്രുക്കളെ പേടിക്കാതിരിക്കുവോ? അതുകൊണ്ട് മുന്നിലേക്ക് വരാൻ ധൈര്യമില്ല. ബാക്കിൽ വന്നപ്പോ അയാള് മനസ്സിലാക്കുകയാണ്, വഹ്ശി മനസ്സിലാക്കുകയാണ്, തരം എന്തുറച്ചവൻ, ഇത് നല്ല തരമാണ്, ഇപ്പൊ നല്ല ചാൻസ് ആണ്, ഹംസയെ കൊല്ലാൻ പറ്റിയ ചാൻസ് ആണ്. തരം എന്തുറച്ചവൻ വിരുത്താനെ ജനറുകളെ പകുത്താനെ വഹ്ശിയും അടുത്താനെ. വഹ്ശിവല്ല അടുത്ത് വരികയാണ് ജനറുകളെ പകുത്താനെ. ജനങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ടൈം നോക്കിയിട്ട് അയാള് വരികയാണ്. ആ വന്ന ടൈം അയാള് ചവളം കറക്കുകയാണ്. അല്ല കണക്കാക്കിയ ടൈമായിട്ടുണ്ട്. ഹംസത്തുൽ കറാർ തങ്ങൾ ഉഹദിലേക്ക് വരുമ്പോ അള്ളാഹിനോട് ഒരു ദുആണ്ട്. അല്ലാഹ് ബദറിൽ വെച്ച് മരിക്കാൻ ഷഹീദാകാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഉഹദിലെങ്കിലും ഷഹീദാകണം അല്ലാഹ്. എന്റെ കൈ, എന്റെ കാല്, എന്റെ മൂക്ക്, എന്റെ നാക്ക്, എന്റെ എല്ലാം നിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അതേ ഹംസത്തുൽ കറാർ തങ്ങളെ ദുആന്റെ ഉത്തരത്തിന്റെ ടൈമായി. റസൂലുള്ള തലേന്ന് രാത്രിയിൽ തൊട്ട് മുമ്പത്തെ രാത്രിയിൽ ഒരു കിനാവ് കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? പട ബാങ്ക കയ്യില് മെയ്യില് പരിന്താന്. അതേ തരുൾ നബി സൈഫിൽ പൊട്ടെതിർത്താന്. സൈഫ് റസൂലുള്ളാന്റെ വാളിൽ നല്ലൊരു പൊട്ട് ഉള്ളതായി, ഒന്ന് പൊട്ടിപ്പോയതായി കിനാവില് റസൂലുള്ള കണ്ടിട്ടുണ്ട്. ആ വാളില് പൊട്ടിയതിന്റെ അടയാളം എന്താണെന്നറിയോ? റസൂലുള്ള തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, തഅ്വീല് പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വഹാബത്തിൽ എന്റെ പ്രിയപ്പെട്ട പലരും ഈ യുദ്ധത്തിൽ മരിക്കാനുണ്ട്. റസൂലുള്ള നേരത്തെ അതറിഞ്ഞതാണ്, കിനാവ് കണ്ടതാണ്. ആരാ മരിക്കാൻ പോകുന്ന ഒന്നാമത്തെ ആള്? അല്ലാഹുവിന്റെ ഹബീബ് മനസ്സുകൊണ്ട് വല്ലാതെ സ്നേഹിച്ച ഒരാളാണ്. ആര്? ഈ അളാപ്പ ഹംസ. രണ്ടാളും 2 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹംസത്തുൽ കറാർ തങ്ങളെക്കാളും 2 വയസ്സിന് ഇളയ ആളാണ്. ആര്? മുഹമ്മദ് മുസ്തഫ. രണ്ടാളും ചങ്ങാതിമാരെ പോലെ ജീവിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് എന്നെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ്. അതേ റസൂലുള്ള കിനാവിൽ കണ്ട വിഷയം പുലരാനുള്ള ടൈം അടുത്തു. അതാ മോയിൻകുട്ടി വൈദ്യര് പറയുന്നത്, തരുൽ നബി സൈഫിൽ കണ്ടെതിർത്താനേ. വാള് പൊട്ടിയതായി കിനാവിൽ കണ്ടില്ലേ? അതിവിടെ പുലരാൻ പോവാണ്. തരുൾ നബി സൈഫിൽ പൊട്ടെതിർത്താനേ, കനവുടെ പൊരുളാനേ, ഒരു റജുൽ ഇവരാണ്. അള്ളാന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പലരും ഷഹീദാകാനുണ്ട്. ഒരു റജുൽ ഇവരാണ്. ഒരാൾ ആരാണ്? അള്ളാന്റെ റസൂലിന്റെ അളാപ്പയായ സയ്യിദുനാ ഹംസത്തുൽ കറാർ. വേറെ ഒരാൾ ആരാന്നറിയോ? വേറെ പലരും ഉണ്ട്. വേറെ ഒരാളാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ്. അള്ളാന്റെ റസൂലിന്റെ അമ്മായിന്റെ മോനാണ്. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ പെങ്ങളായ ബറ എന്ന് പറയുന്ന മഹദിയുടെ മോനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് ഷഹീദായി. ഈ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അളാപ്പദാ ഷഹീദാകാനുള്ള ടൈമായിട്ടുണ്ട്. സബബാലും ഖലാ ലൗഹിൽ കുതിബായെ, ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹ് കണക്കാക്കിയ ടൈമായിട്ടുണ്ട്. സബബാലും ഖലാ ലൗഹിൽ കുതിബായെ, കുറിയുടെ വഖത്തായേ, അതിലവർ ഷഹീദായേ. ഹംസത്തുൽ കറാർ തങ്ങളെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോ ഈ ചന്തിക്കെട്ടിന്റെ മുകളിൽ പൊക്കിളിന്റെ നേരെ ബാക്കിലൂടെ ഈ ചാട്ടുളി തുളച്ചങ്ങട്ട് കേറിയിട്ട്
പൊക്കിളിന്റെ ഭാഗത്തിലൂടെ ഹംസത്തുൽ കറാർ തങ്ങളെ മുന്നിലൂടെ പള്ളയിലൂടെ പുറത്തേക്ക് വരുമ്പോ ഹംസത്തുൽ കറാർ തങ്ങൾ ഷഹീദായി വീഴുകയാണ്. സമയത്തിൽ പുലി ഹംസ ഇടൈന്തോരാം പടകൊടു തളർന്തോരാം കുനിവിലെ നിനൈന്തോരാം. ഹംസത്തുൽ കറാർ തങ്ങൾ നല്ല ക്ഷീണിതനാണ്. സമയത്തിൽ അതേ പുലി ഹംസ ഇടയുന്തോരാം പടകൊടു തളർന്തോരാം. യുദ്ധം ചെയ്തിട്ട് തളർന്നിട്ടുണ്ട് 31 ശത്രുക്കളെ. ആ 31 ശത്രുക്കളെ എല്ലാവരും നല്ല കളരി അഭ്യാസ മുറകളിൽ 1-ാം നമ്പറായ ശത്രുക്കൾ എത്ര ആള്? 31 ആണ്. അതിൽ ലാസ്റ്റ് 31ാമത്തെ ആളാണ് ആര്? ഈ നേരത്തെ പറഞ്ഞ സിബായ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ. സുഹൃത്തുക്കളെ, ആ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ അവർക്ക് അല്ലാഹു കണക്കാക്കിയ ടൈമായി. അതാ സമയത്തിൽ പുലി ഹംസ ഇടൈന്തോരാം പടകൊടു തളർന്തോരാം കുനിവിലെ നിനൈന്തോരാം. ഷഹീദായി വീണു. ഷഹീദായി വീണ് കുറെ കഴിഞ്ഞതിന് ശേഷം ആ ഹംസത്തുൽ കറാർ തങ്ങളെ ജനാസയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഈ ഹിന്ദെന്ന് പറയുന്ന പെണ്ണും കൂട്ടുകാരും ചെയ്ത പണിയാണ്. മൂക്ക് മുറിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അതേ ചെവി മുറിച്ചു. കണ്ണ് ചുഴ്ന്നെടുത്തു. കൈ രണ്ടും കയ്യെ പറക്കയിൽ നിന്ന് മുറിച്ചു. കാല് മുറിച്ചു. നെഞ്ചു കുത്തി കയറി കരട് പുറത്തെടുത്ത് ചവച്ചു തുപ്പി. അതേ ഔറത്തിന്റെ ഭാഗം കട്ട് ചെയ്തു. അള്ളാന്റെ റസൂല് സങ്കടത്തിലായ ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആദ്യം ഇങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം, യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം അള്ളാന്റെ റസൂല് പടക്കലത്തിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ പല ശുഹദാക്കളെയും കാണുകയാണ്. കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ട അളാപ്പ ഉണ്ട്. പക്ഷേ മനസ്സിലായില്ല. ആദ്യം ഇതാര ജനാസയാണെന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാ അടയാളം കൊണ്ട് മനസ്സിലായത്. അപ്പോഴാ കൈ മുറിച്ചിട്ടുണ്ട്. കൈയില്ലാത്ത ജനാസ, കാലില്ലാത്ത ജനാസ, മൂക്ക് മുറിച്ച ജനാസ, നാക്ക് മുറിച്ച ജനാസ. അതേ അളാപ്പാന്റെ ചെവി മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോ റസൂലുള്ള വിളിച്ച വിളിയുണ്ട്. പൊട്ടിക്കരഞ്ഞിട്ട് വിളിച്ച വിളിയാണ്. യാ അമ്മീ യാ ഹംസ യാ ഫാഇലൽ ഖൈറാത്ത് യാ കാശിഫൽ കുർബാത്ത്. എന്റെ പ്രിയപ്പെട്ട അളാപ്പ അമ്മാണവരെയ അസദുല്ലാവേ യാ ഫാഇലൽ ഖൈറാത്ത്. ഞങ്ങൾക്ക് ഖൈറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അളാപ്പ, ഹബീബായ തങ്ങൾ കൊടുത്ത ടൈറ്റലാ മുഅ്മിനീങ്ങളെ. യാ കാശിഫൽ കുർബാത്ത്. ഇടങ്ങേറ് മാറ്റുന്ന, സിഹർ മാറ്റുന്ന, രോഗം മാറ്റുന്ന, മുസീബത്ത് മാറ്റുന്ന പ്രിയപ്പെട്ട അളാപ്പ. അതുകൊണ്ട് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ, ആ അളാപ്പാടെ പേരല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ബേജാറുണ്ടാകുമ്പോ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, അത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നായാലും ഏത് ഭാഗത്ത് നിന്നായാലും, നമ്മൾ ഈ പഴയ കാലത്ത് ഇവിടെ കൊള്ളക്കാര് വന്നപ്പോ, ബ്രിട്ടീഷുകാര് വന്നപ്പോ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ മുസ്ലിമീങ്ങൾ ബദരീങ്ങളെയല്ലേ വിളിച്ചത്. നമ്മക്കെപ്പോഴും ദുനിയാവിലും ആഖിറത്തിലും വിളിക്കാനുള്ളത് ബദരീങ്ങളെയല്ലേ. ആ ബദരീങ്ങളെ നേതാവല്ലേ സയ്യിദുനാ ഹംസ. وبحمزة الكرار عم المصطفى جل وبحمزة أسد لله وسيد الشهداء. അയാളാപ്പാനെ കൊല്ലാൻ ഉത്തരവിട്ട ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ്, അള്ളാന്റെ റസൂല് മദീനത്തേക്ക് എത്തിയതിന്റെ 3ാമത്തെ കൊല്ലം ശവ്വാലിനാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. റസൂലുള്ള മദീനത്തേക്ക് എത്തിയതിന്റെ 3ാം കൊല്ലം കഴിഞ്ഞു. 4ാം കൊല്ലം കഴിഞ്ഞു. അസ്സനത്തു റാബിഅ ഖലാസ്, സനത്തുൽ ഖാമിസ ഖലാസ്, സനത്തു സാദിസ ഖലാസ്, സനത്തു സാബിഅ ഖലാസ്, സനത്തു അസ്സാമിന 8ാമത്തെ കൊല്ലം. എപ്പോഴാണ് ഫത്ഹ് മക്ക ഉണ്ടായത്? ആ ഫത്ഹ് മക്കന്റെ ടൈമിലാണ്
ഹിന്ദെന്ന് പറയുന്ന പെണ്ണും കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് പറയുന്നു, നബിയേ മാപ്പ് നൽകുമോ? അവിടുത്തെ അളാപ്പാന്റെ കൈ മുറിച്ചത് ഞാനാണ്, അവിടുത്തെ അളാപ്പാന്റെ നെഞ്ചുകുത്തി കീറിയത് ഞാനാണ്, അവിടുത്തെ അളാപ്പ ഹംസത്തുൽ കറാർ തങ്ങളെ കരള് ഞാൻ ചവച്ചിട്ട് അതിന്റെ ചോര എന്റെ പള്ളന്റെ ഉള്ളിലേക്ക് ഇറക്കിയത് ഞാനാണ്. സഹാബത്ത് കരയുന്നു, റസൂലുള്ള കരയുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാ ലോകത്തുള്ളവർക്കും സൃഷ്ടികൾക്ക് മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ ഞാൻ അയച്ചിട്ടില്ല, നമ്മൾ അയച്ചിട്ടില്ല എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. ആ നബി തങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിലും റസൂലുള്ളാഹ് പറയാണ്, ഞാൻ കണ്ടോ റസൂലുള്ള പറയാണ്, മക്കത്ത് ഉണങ്ങിയ റൊട്ടി തിന്ന് നടന്നിരുന്ന പാവപ്പെട്ട ഒരു പെണ്ണിന്റെ മോനാണ് ഞാന്. റസൂലുള്ള പറയാ. അതിന്റെ അർത്ഥം റസൂലുള്ളാന്റെ ഉമ്മ മോശം എന്നല്ല, ഈ ജനങ്ങളിടയിൽ കിബറില്ലാതെ ഞാനൊരു പാവപ്പെട്ട ആളാണ്, ഞാൻ മാപ്പ് നൽകാൻ റെഡിയാണെന്ന അർത്ഥത്തിൽ. അതേ ഉണങ്ങിയ റൊട്ടി തിന്ന് ജീവിച്ച് അങ്ങനെ തന്നെയാണ്. കാരണം പട്ടിണിയാണ്. അള്ളാന്റെ റസൂലിന്റെ ഉമ്മയും ബാപ്പയും പട്ടിണി കിടന്നിട്ട് അങ്ങനെ ജീവിച്ചവരാണ്. അപ്പോഴതാ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് റസൂലുള്ളാന്റെ കൈ പിടിച്ചില്ല, അബൂ സുഫിയാൻ കൈപിടിച്ചു, ആണുങ്ങൾ കൈപിടിച്ചു. അബൂ സുഫിയാന്റെ ഭാര്യ ഹബീബായ നബി തങ്ങൾ അടുക്കൽ വന്നപ്പോ കൈപിടിച്ചില്ല. ഏത് ശൈഖായാലും പെണ്ണുങ്ങൾ ആ ശൈഖിന്റെ കൈപിടിക്കുന്നുണ്ടോ, ആ ശൈഖ് ശൈത്താനാകുന്ന ശൈഖാണ്, ശൈത്താനിനെ പൂജിക്കുന്ന ശൈഖാണ്. അല്ലാഹുവിന്റെ റസൂലിനേക്കാളും വലിയ ശൈഖില്ലടോ. ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഹിന്ദെന്ന് പറയുന്ന മഹദി കൈ നീട്ടുമ്പോ നബി തങ്ങൾ പറയാണ്, പെണ്ണുങ്ങളെ കൈ ഞാൻ പിടിക്കൂല. ഖാല മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ അബൂ സുഫിയാന്റെ മകന്റെ ഭാര്യ വരികയാണ്, ഉമ്മു ഹക്കീം എന്ന പേര്. ആരുടെ ഭാര്യ? അബൂ ജഹലിന്റെ മകന്റെ ഭാര്യ. എന്താ മകന്റെ പേര്? ഇക്രിമന്റെ ഭാര്യ വരെയാണ്. നബിയെ, ഞാൻ അബൂജഹലിന്റെ മോന്റെ ബീഡരാണ്, ഹബീബായ തങ്ങള് മാപ്പ് നൽകുന്നു. അപ്പോഴേക്ക് ഇക്രിമത്ത് അവിടെ ഉണ്ടോ? ഇല്ല. ഇക്രിമത്ത് മക്കത്തില്ല. ഇക്രിമത്ത് എസ്കേപ്പായി. എന്താ ഇക്രിമത്ത് പറയാ? ഭാര്യയോട് പറഞ്ഞു, ഞാനിവിടെ നിൽക്കൂല മോളെ, ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, ഹുബുരുൽ ആലയാണ് സത്യം, മുഹമ്മദിന്റെ കയ്യിൽ മക്ക രാജ്യത്തിന്റെ അധികാരം കിട്ടിപ്പോയി, അതുകൊണ്ട് ഞാനിവിടെ ജീവിക്കൂല. എവിടെങ്കിലും പോയി, ഏത് നരകത്തിലെങ്കിലും പോയി ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, ചത്താലും വേണ്ടിയില്ല, മുഹമ്മദിന്റെ അധികാരമുള്ള ഒരു നാട്ടിൽ ഇല്ല, ഞാൻ അബുൽ ഹക്കമിന്റെ മകൻ ഞാൻ ജീവിക്കൂല. അബൂജഹലിന്റെ മകൻ അവര് പറയൂല, അവര് പറഞ്ഞത് അബുൽ ഹക്കമിന്റെ മോനായ ഞാൻ ജീവിക്കില്ല. അയാള് പോയി കുതിരപ്പുറത്ത് കേറി. അയാള് ആര്? അബൂജഹലിന്റെ മകൻ രക്ഷപ്പെടുകയാണ്. പോയി കുറെ അങ്ങോട്ട് ഒരു 100 കണക്കിന് കിലോമീറ്റർ തെക്കോട്ട് പോയാൽ, മക്കയിൽ നിന്ന് തെക്കങ്ങോട്ട് പോയാൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. മുളൈലിഫുണ്ട്, മീഖാത്ത്, ഇന്ത്യക്കാരെ മീഖാത്ത് കിതാബിൽ പറഞ്ഞ യലംലം ഉണ്ട്. മുളൈലിഫിന്റെ അടുത്താണ് യലംലം. ഞാൻ അവിടൊക്കെ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ പോയപ്പോ നമ്മൾ ഒരു അറ്റ്ലസ് വെച്ചിട്ട് നല്ല പരിചയമുള്ളൊരു ഗൈഡ്, നിങ്ങൾ മദീനത്ത് പോവുകയാണെങ്കിൽ ഒരു 2 മാസത്തെ വിസയിൽ പോയിക്കോ, വിസിറ്റിംഗ് വിസയിൽ. ഇപ്പോഴുണ്ട് മലയാളി ഉസ്താദുമാർ അവിടെ, എല്ലാം അറിയുന്നവര്, സംസാരിക്കാൻ അറിയുന്ന സഖാഫി കുട്ടികളുണ്ട്. ഇനി ആരും കിട്ടിയില്ലേ, നിങ്ങൾ ഗൈഡായിട്ട് കേരളത്തിൽ നിന്ന് മുസ്തഫ സഖാഫിയെ കൊണ്ടുപോയിക്കോ. അത് ഞാൻ വെറുതെ പറയല്ല, ഞാൻ അങ്ങനെ പലരെയും കൊണ്ടുപോയിട്ടുണ്ട്, പല കിണറുകളും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആബാറുൽ മദീന, മദീനത്തെ കിണറിന്റെ ചരിത്രം മാത്രം പറയുന്ന കിതാബുകൾ പലതും ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്ത കിണർ ബിഅർ ഉർസ് കിതാബിലുണ്ട്, ചരിത്രത്തിന്റെ കിതാബിലുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും മലയാളികളുണ്ട്,
അതിൽ കുറച്ച് പൈസക്ക് മുടക്കുണ്ടാവും. നമ്മൾ സാധാരണ പോയിട്ട് വരുമ്പോൾ അങ്ങോട്ട് പോയാൽ പറ്റൂല. പടച്ചോനെ യാ അല്ലാ, ഞങ്ങൾക്ക് ബറക്കത്തുള്ള വരുമാനം, അതിനൊക്കെ വേണ്ടിയുള്ള വരുമാനം കേസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയിൽ നിന്ന് തെക്കെവിടെ മുളയിലിഫ്, തെക്ക് കിഴക്കോ, നേരത്തെ പറഞ്ഞ ത്വായിഫ് ഉണ്ട്, അതൊരു റൂട്ടാണ്. വേറെ പിന്നെ കിഴക്കുന്ന ത്വായിഫിന്റെ അപ്പുറം ഇന്നലെ നമ്മൾ പറഞ്ഞു തെക്ക് കിഴക്കാണ് ത്വായിഫ്. ആ ത്വായിഫിന്റെ അവിടുന്ന് പിന്നെ കിഴക്കോട്ട് തെക്കോട്ട് പോയ മുളയിലിഫ് ഉണ്ട്. അതിന്റെ അപ്പം അല്ലീസ് ഉണ്ട്. അതിന്റെ അടുത്ത് മീഖാത്തി എലംലം ഉണ്ട്. കുറച്ചാണ്ട് പോയ ജീസാൻ ഉണ്ട്. ജീസാൻ കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? പിന്നെ വലിയ മലയാണ്. മല, ഞാൻ ആ മലയിൽ പോയിട്ടില്ല, പക്ഷെ എനിക്കത് അറിയാം. അവിടെ ഉള്ളവരോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്, കിതാബിലുണ്ട്. അറ്റ്ലസ് നോക്കിയാൽ മനസ്സിലാവും. മലയുടെ അപ്പുറം മല അങ്ങോട്ട് ചാടി രണ്ട് വഴിക്ക് പോകാം. മല ചാടി അതിന്റെ അപ്പുറം കടന്നാൽ തെക്കോട്ട് പോയുള്ള നാടിന്റെ പേരാണ് യമൻ. ഒന്നുകിൽ മല കയറി പോകണം, അല്ലെങ്കിൽ ബഹറിലൂടെ പോകണം. കേട്ടോ, ഈ ബഹറിന്റെ വക്കത്തെത്തി ആര് നമ്മളെ കഥാപുരുഷൻ ഇക്രിമ അവിടെ എത്തി. അപ്പൊ തോണിണ്ട് അവിടെ, വഞ്ചി. ആ വഞ്ചി കാണണം. വഞ്ചി കേറിയിട്ട് അക്കരെ എത്താനുള്ള പരിപാടിയാ. അപ്പൊ വഞ്ചിക്കാരൻ ഇങ്ങനെ വിളിക്കുക, യമൻ 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 എന്ന് പറഞ്ഞ് വിളിക്കുക അതിന്റെ അക്കരക്ക്. അപ്പൊ ഇക്രിമ ഞാനും പോരാ, എനിക്ക് ഇനി മക്കത്ത് നിൽക്കാനാവില്ല, ഞാൻ മക്കക്ക്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഈ വഞ്ചിന്റെ ആള് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാ? ഞാൻ മക്കക്കാരനാണ്. അപ്പൊ വഞ്ചിക്കാരൻ, തോണിക്കാരൻ പറഞ്ഞു, നിങ്ങൾ മക്കക്കാരനാണല്ലേ? അതെ, ഞാൻ മക്കക്കാരനാണ്. ഞാൻ കൊണ്ടുപോയിക്കോളാം, നിങ്ങളെ കൊണ്ടുപോകാം. എന്നിട്ട് ഞാൻ യമനിലേക്ക്. മക്കത്തൊരു നബി വന്നിട്ടുണ്ടല്ലോ, ഒരു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങള്. നിങ്ങളുടെ നാട്ടിലല്ലേ ആ സംഭവം? ആ നബി വന്നത്, ആ മക്കത്ത് റസൂല് വന്നത് നിങ്ങളുടെ നാട്ടിലല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഇക്രിമത്തിനോട് ആ തോണിക്കാരൻ പറയാണ്. മക്കത്തന്നലത്തിൻ ഒക്കെ സാബ പോരാം മുത്തുമാഹമോ ദുരത്തനാസിൽ അഹദാം ഹഖാനിൽ മന്നാനിൽ മാത്രം വണക്കമെന്താർ. ആ മക്കത്ത് വന്നതായ റസൂലുള്ളാഹിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, ഈ തോണിക്കാരൻ പറയാണ്, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, ഇക്രിമത്തെ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങളെ യമനിലേക്ക് എത്തിക്കാം, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം, നിങ്ങൾ ഒരു പൈസയും എനിക്ക് തരേണ്ടതില്ല. അപ്പൊ ഇക്രിമത്ത് പറയാ, ആ നബിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടപ്പ ഞാൻ പോണത്. പട പേടിച്ച് പന്തളത്തെത്തിയപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ മാതിരി. അങ്ങനെയാ സംഗതി. അപ്പൊ ഞാൻ 10 പൈസയും തരൂല്ല, ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കൂല. അപ്പൊ വേറൊന്നുണ്ട്, ഈ ഇക്രിമത്തിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ പിടിക്കാൻ വേണ്ടി ഓടി ഓടി ബാക്കിൽ വേറൊരു കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ഭാര്യ ഭയങ്കര ധൈര്യമുള്ള പെണ്ണ, ഒരു അടിമയെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ആ അടിമ കിതാബിലുള്ളതൊക്കെ, ഇതൊക്കെ കിതാബിലുള്ളതാണ്, ഉസ്താദുമാർക്ക് നോക്കാം. സൂറത്തുൻ മിൻ ഹയാത്തി സ്വഹാബ, ആ കിതാബിലുണ്ട്. ദുക്തൂർ അബ്ദുറഹ്മാൻ റഫത്ത് ബാഷ എന്ന് പറഞ്ഞ് വലിയൊരു അറബിയായ പണ്ഡിതൻ അടുത്ത കാലത്ത് മരിച്ചുപോയതാണ്. അയാൾ എഴുതിയ കിതാബിൽ ഇതൊക്കെ ഉദ്ധരണികൾ വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭാര്യ ബാക്കിൽ വരുന്നുണ്ട്. ഇക്രിമത്ത് അപ്പൊ ഇയാള് പോയിന്റ് അവക്കത്ത് എത്തിയപ്പോ ഈ സംസാരം ഇങ്ങനെ സംസാരിക്കുമ്പോ ഭാര്യ ഉണ്ട് തൊട്ട് ബാക്കിൽ എത്തിക്കണം. അബാ മുഹമ്മദ്, എന്ത് എന്റെ ഭാര്യന്റെ സൗണ്ട്, എന്റെ വീടര സൗണ്ടാണല്ലോ. ഇങ്ങനെ നോക്കുമ്പോ വീടരല്ല, ഇത് വീടരാണോ? ഞാൻ കിനാവ് കാണുകയാണോ? എന്താ കിനാവാണോ? ഒറിജിനൽ ബീഡരാണ്. ബീഡർ എന്താ പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാഹ് എന്താ പറയാൻ പോകുന്നത് എന്ന വിഷയം വിശദീകരിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് എന്ത് വേണമെന്നറിയോ? നമുക്ക് കുറച്ച്